ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ചെയ്ത ഷോർട്ട് വീഡിയോയുടെ ഫുൾ വീഡിയോ ആണ് ഇത്. അയൽവാസി സുന്ദരനായാലോ എന്ന ക്യാപ്ഷനിലുള്ള വീഡിയോ. ഒരു കുട്ടി തുടരെ ഈ വീഡിയോ എന്നോട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും നാളും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് ഇത് തന്നെ ചെയ്യാം. എന്തായാലും ആ കുട്ടി ഇത് കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഡ്രാമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. നമ്മുടെ സ്റ്റോറിയുടെ വൺ ലൈൻ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയിൻ ഒരു ലോയർ ആണ്. വളരെ മെച്യൂർഡായി പെരുമാറുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഹീറോ ആണെങ്കിൽ അവളെക്കാട്ടിലും വളരെ യങ്ങാണ്. എങ്ങനെ അവർ തമ്മിൽ കണ്ടുമുട്ടിയെന്നും ഇഷ്ടത്തിലായി എന്നുള്ളതാണ് നമ്മുടെ സ്റ്റോറി. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളൊരു ഡിവോഴ്സ് ലോയർ ആണ്. ഹീറോയിന്റെ മുമ്പിലേക്ക് ആദ്യം തന്നെ ഡിവോഴ്സിന് വേണ്ടി രണ്ട് കപ്പിൾസ് വരുന്നുണ്ട്. ഭാര്യയ്ക്കാണ് ഡിവോഴ്സ് ആവശ്യം. തന്റെ ഭർത്താവിന് മറ്റൊരു അഫെയർ ഉണ്ടെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ടെങ്കിലും ഭർത്താവ് അത് നിഷേധിക്കുകയായിരുന്നു. തനിക്കൊരു പെൺകുട്ടിയുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലാന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും ശരിയാണ്, പെൺകുട്ടികളുമായി തനിക്ക് കോണ്ടാക്ട് കാണില്ല. പക്ഷെ ആൺകുട്ടിയുമായിട്ടാണ്. തന്റെ ഭർത്താവ് ഒരു ഗേ ആണെന്ന് അവൾ പറയുന്നു. അങ്ങനെ ഒരുപാട് ക്ലയൻസ് ഹീറോയിനെ കാണാനായി വരുന്നുണ്ട്. അത്രയേറെ തിരക്കേറിയ ഒരു വക്കീലായിരുന്നു നമ്മുടെ ഹീറോയിൻ. തിരക്കുകളൊക്കെ കഴിഞ്ഞ് വല്ലാതെ ക്ഷീണിതയായ ഹീറോയിൻ ആവട്ടെ ചെയറിലേക്ക് കണ്ണുകൾ അടച്ച് കിടക്കുന്നുണ്ട്. ഇതേ സമയം അസിസ്റ്റന്റ് വന്ന് അവളോട് പറയുന്നുണ്ട്, നാളെ നിങ്ങൾക്കൊരു കേസ് ഉള്ളതാണ്, വീട്ടിലേക്ക് പോയി നന്നായി റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ഹീറോയിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്, ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട്. ആ ബിൽഡിംഗ് മാനേജ്മെന്റ് ആയിരുന്നു ഹീറോയിന് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരുന്നത്. അപ്പോഴാണ് ഇന്ന് തന്റെ ബർത്ത്ഡേ ആണെന്നുള്ള വിവരം പോലും ഹീറോയിൻ ഓർക്കുന്നത്. കുഴപ്പമില്ല, ഇനിയും ടൈം ഉണ്ടല്ലോ, വീട്ടിൽ പോയി എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് അവള് വീട്ടിലേക്ക് പോകുന്നു. ചെന്നങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ, അപ്പോൾ തന്നെ അവളുടെ അമ്മ വിളിക്കുന്നുണ്ട്. ഈ വർഷത്തെ ബർത്ത്ഡേയും തനിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെയാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു ബോയ് ഫ്രണ്ടിനെ കൂടെ കൂട്ടിക്കൂടെ എന്നവർ ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോയിൻ, നിങ്ങൾ എന്റെ കാര്യം ഓർത്തിട്ട് ഇങ്ങനെ വറി ചെയ്യാതെ നിങ്ങളുടെ 5th മാരേജ് എങ്കിലും നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ നോക്ക്. ഈ ഡിവോഴ്സ് കേസ് താൻ എന്തായാലും ഹാൻഡിൽ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ അവള് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ബാഗിന്റെ ഫോട്ടോ ഹീറോയിൻ നോക്കിയതിനു ശേഷം ഒരു മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഫുള്ള് ലിമിറ്റഡ് എഡിഷൻ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. അതെല്ലാം അവള് വാങ്ങി കൂട്ടിയിരിക്കുന്നതാണ്. ഫോണിലെ ആ ഫോട്ടോയിലുള്ള ബാഗ് തന്നെ എടുത്തു വെച്ചിട്ട് ഈ വർഷത്തെ എന്റെ ഗിഫ്റ്റ് നീയാണെന്ന് പറഞ്ഞ് അവളൊരു ഷെൽഫിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. അവള് മൈൻഡിൽ വിചാരിക്കുന്നുണ്ട്, നമ്മൾ നന്നായി സമ്പാദിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആരും ഗിഫ്റ്റ് തരേണ്ട ആവശ്യമൊന്നുമില്ല, സ്വന്തമായി തന്നെ ഇഷ്ടം പോലെ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൂട്ടാമെന്ന്. അതൊക്കെ ഓർത്ത് വളരെ സന്തോഷത്തോടെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ കാണാം, അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് ഗിത്താറിന്റെ ശബ്ദം കേൾക്കുന്നു. രാവിലെ തൊട്ട് ഓരോരോ കേസുകൾ കേട്ട് തലപെരുത്തിരിക്കുന്ന ഹീറോയിന് ഇത് കേട്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ തന്നെ എഴുന്നേറ്റ് ആ നൈറ്റ് ഡ്രസ്സോടെ തന്നെ അടുത്ത ഫ്ലാറ്റിലേക്ക് അവള് പോകുന്നുണ്ട്. വാതിൽ തുറന്ന ഉടനെ തന്നെ ചീത്ത പറയാൻ അവള് തുടങ്ങിയതാണെങ്കിലും പെട്ടെന്ന് അവള് ഷോക്കായി നിൽക്കുന്നുണ്ട്. ദേഷ്യത്തിൽ പറയാൻ വന്ന വാക്കുകൾ പോലും വിഴുങ്ങിപ്പോകുന്നുണ്ട്. അത്രയ്ക്ക് സുന്ദരനും ക്യൂട്ടുമായിരുന്നു ആ യുവാവ്. അവന്റെ സൗന്ദര്യത്തിൽ അവള് മയങ്ങിപ്പോകുന്നുണ്ട്. ഞാൻ നിന്റെ അയൽവാസിയാണ്, സമയം എത്ര ആയെന്ന് വല്ലതും അറിയാമോ? അർദ്ധരാത്രിയിലും ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇതിനെന്താ കേസ് എന്നറിയാമോ എന്നൊക്കെ അവള് ചോദിക്കുമ്പോൾ, സോറി, എന്നോട് ക്ഷമിക്കണം, രാവിലെ എനിക്ക് പാർട്ട് ടൈം ജോലിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് നൈറ്റാണ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ലഭിക്കുക. 11 മണിക്കല്ലേ നിങ്ങൾ ഉറങ്ങുന്നത്? അതിനു മുമ്പ് ഞാൻ എന്റെ പ്രാക്ടീസ് ഒക്കെ അവസാനിപ്പിച്ചോളാമെന്നും അവൻ വാക്കു കൊടുക്കുന്നു. അതിന് ഹീറോയിൻ ശരി, ഓക്കെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞതിന് ശേഷം, ഒന്ന് നിൽക്ക്, ഞാനൊരു കാര്യം എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. മടങ്ങിയെത്തിയവന്റെ കയ്യിൽ ഗ്രേപ്സ് കേക്ക് ഉണ്ടായിരുന്നു. ഇത് ഞാൻ എന്റെ കയ്യാൽ തന്നെ ചെയ്തതാണ്, ഇതെന്റെ അപ്പോളജസായി കരുതിയാൽ മതി എന്ന് പറഞ്ഞ് അവളെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഹീറോയിൻ നിരസിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കേക്ക് വാങ്ങിക്കുമെന്ന് പറഞ്ഞ് അവൾ നിർബന്ധിക്കുന്നത് കേട്ടപ്പോൾ അവൾ അത് വാങ്ങുന്നുണ്ട്. പോകുന്നതിന് മുമ്പായി ഹീറോ ആവട്ടെ എന്റെ പേര് എറിക്കെന്നാണെന്ന് പറയുന്നുണ്ട്. അതിന് ഹീറോയിൻ ഓക്കെ എന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിന് ഹീറോ ആലോചിക്കുന്നുണ്ട്, തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവൾ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതങ്ങ് പോയി കളഞ്ഞേന്ന്. ഫ്ലാറ്റിലേക്ക് എത്തിയ ഹീറോയിൻ ആദ്യം ആ കേക്ക് കഴിക്കാതെ മാറ്റിവെക്കുന്നുണ്ടെങ്കിലും വെറുതെ അത് കളയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് കഴിക്കുന്നുണ്ട്. കേക്ക് കഴിക്കുമ്പോൾ പോലും ഹീറോ എത്ര സുന്ദരനാണെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഓഫീസിലേക്ക് റെഡിയായി പോകാൻ നിൽക്കുന്ന സമയത്ത് കതവിനേരെ തൊട്ടുന്ന ശബ്ദം കേട്ട് ഹീറോയിൻ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാറ്റടിച്ചപ്പോൾ അവളുടെ കുറച്ച് വസ്ത്രങ്ങൾ തന്റെ ബാൽക്കണിയിൽ വന്ന് വീണു എന്ന് പറഞ്ഞ് ഡ്രസ്സ് അടങ്ങിയ കവർ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്സ് ഒക്കെ പറഞ്ഞ് അത് അകത്തേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ആദ്യം അത് തുറന്നു നോക്കിയില്ലെങ്കിലും എന്താണെന്നറിയാനുള്ള കൗതുകമുള്ളിൽ തോന്നുന്നത് കൊണ്ട് തന്നെ അവളത് എന്താണെന്ന് നോക്കുന്നു. അതിലാണെങ്കിൽ ഹീറോയിന്റെ ഇന്നേഴ്സ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അവൾക്ക് വല്ലത് നാണക്കേട് തോന്നുന്നുണ്ട്. ഈ കാലത്തെ പയ്യന്മാർക്ക് തീരെ മാനസ് ഇല്ലല്ലോ എന്ന് തന്നെ അവള് മനസ്സിൽ വിചാരിക്കുന്നു. പിന്നീട് അവൾ ഓഫീസിലേക്ക് വരുന്നുണ്ട്. ഹീറോയിന്റെ അസിസ്റ്റന്റായി മറ്റൊരു പെൺകുട്ടിയും കൂടി ജോയിൻ ചെയ്യുന്ന ദിവസമായിരുന്നു. അവൾ ഓഫീസിലേക്ക് അവളെ പരിചയപ്പെടുത്താനായി എത്തുന്നുണ്ട്. ഹീറോയിൻ അവിടെ ആ പെൺകുട്ടിയുടെ കൈകൾ വിറയ്ക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവള് വളരെ നെർവസ് ആണെന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട്, നമ്മൾ ലോയേഴ്സ് ആണ്, നമുക്കുള്ളിലും ഭയം ഉണ്ടാവാം, പക്ഷെ പുറമെ അത് കാണിച്ചുകൂടാന്ന് പറഞ്ഞ് അവളുടെ കൈകളിൽ പിടിക്കുന്നുണ്ട്.
ഹീറോയിന്റെ വാക്കുകളിൽ ആ പെൺകുട്ടി വല്ലാതെ ഇംപ്രസ് ആയി പോകുന്നുണ്ട്. തന്റെ ബോസ് വളരെ കൈൻഡ് ആണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അവൾ പുറത്തേക്ക് വരുന്നത്. ആ പെൺകുട്ടി പുറത്തേക്ക് വരുമ്പോൾ അവളുടെ കൊളീഗ്സ് ഒക്കെ പറയുന്നുണ്ട്, നീ വെറുതെ വിഷമിക്കുകയൊന്നും വേണ്ട, ബോസ് എങ്ങനെയാണ് കുറേശ്ശെ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അവൾ ഉടനടി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ബോസ് വളരെ കൈൻഡ് ആണെന്ന്. എന്തോന്ന് കൈൻഡ് എന്ന മട്ടിൽ തന്നെ കൊളീഗ്സ് രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. ഹീറോയിൻ വളരെ ദേഷ്യക്കാരിയായിരുന്നു. ജോലിക്കാര്യങ്ങളിൽ ഒരു അണുവിട പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു. ശരിയാണ്, നിന്റെ ബോസ് വളരെ കൈൻഡ് ആണ്, ആ സ്ഥിതിക്ക് നീ ഇവിടം വിട്ട് ഒരിക്കലും പോകാൻ പാടില്ല എന്ന് അവരവളോട് ഡീലൊക്കെ വെക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതേ സമയം പാർട്ട് ടൈം ജോബിനായി കോഫി ഷോപ്പിൽ എത്തിയിരുന്നു. ഇവിടുത്തെ കസ്റ്റമർ ആണെങ്കിൽ നിറയെ ഗേൾസ് ആയിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഹീറോയെ കാണാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ വന്നിരിക്കുന്നത്. ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ 6 കോഫി വരെ ഓർഡർ ചെയ്തിരുന്നു. ഹീറോ ആ പെൺകുട്ടിയെ എടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ 6 കോഫി നീ കുടിച്ചിട്ടുണ്ട്, ഇതൊന്നും ഹെൽത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇല്ലില്ല, എനിക്ക് കോഫി കുടിക്കുന്നത് വളരെ ഇഷ്ടമാണെന്ന് ആ പെൺകുട്ടി അവനോട് പറയുന്നുണ്ട്. പെൺകുട്ടികളാവട്ടെ അവന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അവനെ കാണാൻ ഒരുപാട് പെൺകുട്ടികൾ വരുന്നത് കൊണ്ട് തന്നെ ബിസിനസ് വളരെ നന്നായി തന്നെ പോകുന്നുണ്ട്. ഷോപ്പ് ഓണർ ആണെങ്കിൽ അവിടേക്ക് വന്നിട്ട് എന്തൊക്കെ കാരണം ഉണ്ടായാലും നീ ഇവിടെ വിട്ട് പോരുതെന്ന് അവനോട് പറയുന്നുണ്ട്. അവനും ഇവിടെ തന്നെ തുടരുമെന്ന് അയാളോട് പറയുന്നു. പിന്നീട് ഹീറോയ്ക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്, നീ ഇതെവിടെയാണ്, കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്, എഴുതിക്കൊണ്ടിരുന്ന മ്യൂസിക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു അത്. ഹീറോ ആണെങ്കിൽ അത് കണ്ടുടഞ്ഞ് തന്നെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന്റെ ജോലികളിൽ മുഴുകുന്നു. വൈകുന്നേരം ആയപ്പോൾ ഹീറോയിൻ അവളുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. ലിഫ്റ്റ് ക്ലോസ് ആവാൻ പോവുകയായിരുന്നെങ്കിലും ഹീറോ അതേസമയം ഓടി ലിഫ്റ്റിനുള്ളിലേക്ക് വന്നു കയറുന്നു. അവനെ കണ്ടിട്ടും പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഹീറോയിന്റെ മുഖത്തുണ്ടായില്ല. അവളാണെങ്കിൽ ഒരു കേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലയന്റ് അവളോട് പറയുന്നുണ്ട് തന്റെ ഭർത്താവ് തന്നെ ചീറ്റ് ചെയ്യുകയാണെന്നും പക്ഷേ അയാൾക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള തെളിവുകളൊന്നും തന്റെ പക്കലില്ല എന്നും. അതിന് ഹീറോയിൻ, നിന്റെ ഹസ്ബൻഡിന്റെ സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, പുതിയ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് കണ്ടെത്തിയാൽ ചിലപ്പോൾ വല്ല തെളിവുകളും നമ്മൾക്ക് കിട്ടാമെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ലോയർ ആണോ എന്ന്, അതോ ഡിവോഴ്സ് ലോയർ ആണോ എന്ന്. അതെ, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നാലെ ഇറങ്ങി ഹീറോ ആവട്ടെ, മിസ് ലോയർ, ഇന്നലെ ഞാൻ എന്റെ പേര് പറഞ്ഞല്ലോ, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് ഹീറോയിൻ, നമ്മൾ രണ്ടുപേരും അപ്പുറം അപ്പുറം താമസിക്കുന്നു എന്ന് പറഞ്ഞ് പേരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഞാൻ അതിന് മോശമായൊന്നും ചോദിച്ചില്ലല്ലോ, ഇവളെന്തിനാ ഇങ്ങനെ ദേഷിച്ചു പോന്നേന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോ അവിടെ നിൽക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ അമ്മ വിളിച്ചിട്ട്, നമുക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യൻ കോഫി ഷോപ്പിൽ ഇരിപ്പുണ്ട്, അവനൊരു കൺസൾട്ടേഷൻ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് ലാസ്റ്റ് ആണ്, ഇതിനപ്പുറം ഒന്നും കോഫി ഷോപ്പിൽ കൺസൾട്ടേഷന് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ പോയാലോ ഹീറോയിൻ അറിയാതെ തന്നെ അവളുടെ അമ്മ അവൾക്ക് വേണ്ടി ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഹീറോ വർക്ക് ചെയ്യുന്ന കോഫി ഷോപ്പിൽ തന്നെ. കേസിന്റെ കാര്യങ്ങൾ ഹീറോയിൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് അവൾക്ക് വേണ്ടി അമ്മ സെറ്റ് ചെയ്ത ബ്ലൈൻഡ് ഡേറ്റ് ആണെന്ന് മനസ്സിലാവുന്നത് തന്നെ. ഉടനടി തന്നെ താൻ അറിയാതെയാണ് ഇങ്ങനെ ഒരു ബ്ലൈൻഡ് ഡേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും തനിക്ക് മാരേജിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഹീറോയിൻ വ്യക്തമാക്കുന്നുണ്ട്. നീ എന്ത് അഹങ്കാരിയാണ്, ഓൾറെഡി നിനക്ക് മാർക്കറ്റിൽ തീരെ ഡിമാൻഡ് ഒന്നുമില്ല, നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ കാണാൻ വേണ്ടിട്ട് വന്ന്, അല്ലെങ്കിൽ ഇത്രയും വയസ്സുള്ള നിന്നെയൊക്കെ ആര് വിവാഹം കഴിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് അവളെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഹീറോ കേൾക്കുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം തന്നെ തറയിൽ വെള്ളം ഒഴിച്ച് അയാളെ വീഴ്ത്തുന്നു. എന്താ സാർ, ക്ലീനിംഗ് ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, നോക്കിയൊക്കെ വന്നൂടെ എന്ന് ചോദിച്ച് കുറ്റം മുഴുവൻ അയാളുടെ പേരിലാണെന്ന് വരുത്തി തീർത്തിട്ട് ഹീറോ അയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഇതൊക്കെ തനിക്ക് വേണ്ടിയിട്ടാണോ എന്ന മട്ടിൽ തന്നെ ഹീറോയിൻ അവനെ നോക്കുമ്പോൾ ഹീറോ അവിടെ ചെറുതായി അവളെ സൈറ്റ് അടിച്ചു കാണിക്കുന്നുണ്ട്. അവൾ വല്ലാതെ പരിഭ്രാന്തയാകുകയും പിന്നീട് അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെ ധൃതിയിൽ എഴുന്നേറ്റ് പോകാനും ശ്രമിക്കുന്നു. ഒരു നിമിഷം ഒന്ന് നിൽക്കെന്ന് പറഞ്ഞിട്ട് ഹീറോ അവളുടെ കയ്യിലേക്ക് കേക്ക് കൊടുത്തിട്ട്, ഇത് കഴിച്ചാൽ നിനക്ക് കുറച്ചും കൂടി ബെറ്ററായി ഫീൽ ചെയ്യുമെന്ന് പറയുന്നു. അതും വാങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ അവിടെ തിരിഞ്ഞു നിന്ന്, എന്റെ പേര് ലിസ എന്നാണെന്ന് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നൈറ്റ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഹീറോയിൻ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ തുറന്നു നോക്കുന്നുണ്ട്. അതവളുടെ അമ്മയായിരുന്നു. സോറി, നീ അറിയാതെയാണ് ഇങ്ങനെ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഞാൻ സെറ്റ് ചെയ്തത്, എന്നിരുന്നാലും ഇത്ര നാളെ നീ ഇങ്ങനെ ജീവിക്കും, നിനക്കൊരു മാരേജ് ലൈഫ് ഒക്കെ വേണ്ടേ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ അവളുടെ അമ്മയുടെ മാരേജ് ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ എപ്പോഴും അവരെ ഉപദ്രവിക്കുകയായിരുന്നു. അതുമൂലം തന്നെയാണ് അവളൊരു ഡിവോഴ്സ് ലോയർ ആയത് തന്നെ. ഇന്റർവ്യൂവിൽ പോലും അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഒട്ടും ഇഷ്ടമല്ലാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഫ്രീഡം നേടിക്കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നേടിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ സന്തോഷകരമായ ഒരു ജീവിതം അവർക്ക് നയിക്കാം. ഈ ഒരു മറുപടി മൂലം തന്നെയാണ് ഹീറോയിന് ഡിവോഴ്സ് ലോയറായി അപ്പോയിന്റ്മെന്റ് കിട്ടിയതും. ഇങ്ങനെ ഡിവോഴ്സ് കേസസ് വാദിച്ച് ആണുങ്ങളുടെ മേലിലും മാരേജിന്മേലിലും ഹീറോയിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതായി. ഒരുപാട് കേസുകൾ വാദിച്ച് വിജയിച്ച ഹീറോയിൻ അവിടെ അടുത്തിടെയായി തന്നെ ഒരു പ്രൊമോഷന് സാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണ് അവൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മാനേജർ അവളെ അയാളുടെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അവൾ കരുതിയത് ഈ പ്രൊമോഷൻ തനിക്ക് ലഭിക്കുമെന്നും അതിനു വേണ്ടിയിട്ടാണ് തന്നെ അവിടേക്ക് വിളിപ്പിച്ചിരിക്കുന്നതെന്നുമാണ്.
എന്നാൽ മാനേജർ പറയുന്നുണ്ട് ലിസ്റ്റിൽ അവളുടെ പേരുണ്ടെങ്കിലും ഇപ്രാവശ്യം അവൾക്ക് തരാൻ സാധിക്കില്ല, മറ്റൊരു വ്യക്തിക്ക് കൊടുക്കണം. അയാൾ ഒരുപാട് കേസുകൾ വാദിച്ച് വിജയിച്ചിട്ടുള്ളതുമാണ്, ഒരുപാട് റേറ്റിംഗിൽ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഹീറോയിനാവട്ടെ അവരുടെ തീരുമാനം തെറ്റാണെന്നും താൻ ഇത്രത്തോളം കേസുകൾ വാദിച്ച് ജയിച്ചിട്ടുണ്ടെന്നും എണ്ണം വരെ എടുത്തു പറയുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. മാനേജർ ഒന്നും കേൾക്കുന്ന മട്ടില്ലായിരുന്നു. അടുത്ത പ്രാവശ്യം അവൾക്ക് നൽകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവളെ പറഞ്ഞയക്കുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഹീറോയിൻ ഇത്രത്തോളം വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അതിന് നിരാശയായിരുന്നല്ലോ ഫലം. അവള് സങ്കടം സഹിക്കവയ്യാതെ ബാറിലേക്ക് പോയിരുന്ന് മദ്യപിക്കുന്നുണ്ട്. തന്റെ സങ്കടം ആരോടെങ്കിലും ഒന്ന് പറയാന്ന് വെച്ച് ആകെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ ഹീറോയിൻ വിളിക്കുന്നുണ്ട്. എന്നാൽ അവൾ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പ് തന്നെ താൻ വെക്കേഷനിലാണെന്നും തിരിച്ചു വന്നാൽ ഉടനെ തന്നെ അവളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും. ഇവിടെ സിഗ്നൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ, ഫോൺ കട്ട് ചെയ്തല്ലോ, ഇനി ആരോട് തന്റെ വിഷമം പറയുമെന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. ശരിക്കും അവൾക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഡ്രിങ്ക്സ് കഴിക്കുന്നത് അവൾ കണ്ടിന്യൂ ചെയ്യുന്നു. കറക്റ്റായി ആ ടൈമിൽ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ബാറിലും അവൻ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ട ഉടനെ തന്നെ നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഹീറോയിൻ തിരക്കുന്നുണ്ട്. ഞാനിവിടെ പാർട്ട് ടൈം വർക്ക് ചെയ്യാന്ന് അവൻ പറയുന്നു. അപ്പോൾ ആ കോഫി ഷോപ്പിലോ 3 ദിവസം അവിടെയും 3 ദിവസം ഇവിടെയെന്ന് അവൻ വ്യക്തമാക്കുന്നുണ്ട്. കൂടെ ഒരു ഡ്രിങ്ക്സും അവൾക്ക് എടുത്ത് വെച്ചിട്ട് ഇത് ഒരുപാട് സ്ട്രോങ് ഒന്നുമല്ല, ഇത് കുടിച്ചാൽ നിന്റെ വിഷമവും മാറും, നാളെ രാവിലെ എഴുന്നേറ്റ് കറക്റ്റായി ഓഫീസിലേക്കും പോകാൻ സാധിക്കുമെന്ന് കേട്ടപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ഇതുപോലുള്ള ഡ്രിങ്ക്സ് നിങ്ങളെ പോലുള്ള ചെറിയ പയ്യന്മാർക്കുള്ളതാണ്, എനിക്ക് ഇതുപോലെ വീര്യം കൂടിയുള്ളത് തന്നെ വേണമെന്ന് പറഞ്ഞ് ഹീറോയിൻ കണ്ടിന്യൂസ് ആയി കുടിക്കുന്നുണ്ട്. ഇതേസമയം ഒരു പെൺകുട്ടി ഹേയ് ഹാൻസം, എന്നോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാമെങ്കിൽ 3 മടങ്ങ് തരാമെന്ന് അവള് പറയുന്നത് കേട്ടപ്പോൾ ഇവൻ വളരെ ഫേമസ് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ ഇന്നത്തെ എന്റെ നൈറ്റ് ഇവളോടൊപ്പം ആണെന്ന് പറയുന്നു. ഇത് കേട്ടോടെ ഞാൻ പെൺകുട്ടി ദേഷ്യത്തോടെ ഹീറോയിനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. നിനക്ക് എസ്കേപ്പ് ആവാൻ എന്റെ പേരെ ലഭിച്ചോളോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോ ആവട്ടെ ഇല്ലില്ല, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്, ഇന്നത്തെ എന്റെ ടൈം നിന്നോടൊപ്പം എന്ന് പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെയാണോ, അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ ചെയ്യാലോ എന്ന് തന്നെ അവൻ തിരിച്ചു മറുപടി പറയുന്നു. എങ്കിൽ വാ ഹോട്ടലിലേക്ക് പോവാന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ വിളിക്കുമ്പോൾ അവന് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും അവൻ പുറമേ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഹോട്ടലിലേക്ക് പോകുമ്പോൾ റൂം കീ തരുന്നുണ്ട്. ഹീറോയിൻ അത് വാങ്ങാതെ എന്തൊക്കെയായി ചെയ്തു കൂട്ടി എന്നും പറഞ്ഞു എന്നും ഷോക്കായി ആലോചിക്കുകയായിരുന്നു. എന്നാൽ ഹീറോ ആവട്ടെ ഉടനടി തന്നെ കീ വാങ്ങിയിട്ട് വാ പോവാന്ന് പറഞ്ഞ് ഹീറോയിനെ കൂട്ടി ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ട്. പോകുമ്പോൾ പോലും അവൾ ഹീറോയെ നോക്കിക്കൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശരി, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ഓൾറെഡി 30 വയസ്സായി, എനിക്ക് പ്രത്യേകിച്ച് ഒരു ലോസും വരാൻ പോകുന്നില്ല, ഇവൻ കാണാനും വളരെ ക്യൂട്ടും ഹാൻസം ആണല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അവളുടെ മനസ്സിനെ അവൾ ധൈര്യപ്പെടുത്തുന്നുണ്ട്. റൂമിലേക്ക് എത്തിയപ്പോൾ ഹീറോയിൻ ആവട്ടെ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് പിൻവാങ്ങിയാൽ അത് നാണക്കേടാണ്, ഈ ഫ്ലോയിൽ അങ്ങ് പോയാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആരാണ് ഫസ്റ്റ് കുളിക്കാൻ പോകുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുന്നു. അതിന് ഹീറോ തനിയെ കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുമിച്ച് കുളിക്കാന്ന് പറയുന്നു. അയ്യോ, ഈ ജനറേഷനിലെ പയ്യന്മാരല്ല ഇത്രയും വൈൽഡ് ആണോ എന്ന് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിൻ ആവട്ടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഹീറോയെ പിടിച്ച് സോഫയിലേക്ക് തള്ളിയിട്ടതിന് ശേഷം അവന്റെ അടുത്തേക്ക് പോകുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്, കിസ് ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഹീറോയിൻ അഴിക്കുന്നുണ്ട്. എന്തൊരു അട്രാക്റ്റീവ് ആണെന്ന് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ഹീറോ ആവട്ടെ അവളെ തള്ളി വിട്ടിട്ട് കിസ് ചെയ്യുന്ന പോലെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ഹീറോയിൻ പെട്ടെന്ന് ഹീറോയെ തള്ളിവിട്ടിട്ട് കിസ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നാൽ അവൾക്ക് അങ്ങനെയുള്ള യാതൊരു ചിന്തയും ഇല്ലായിരുന്നു. തന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവളാവട്ടെ അവനോട് ക്ഷമയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ബാഗ് വരെ അവിടെ വെച്ചിട്ടാണ് ഇറങ്ങി ഓടിയത്. തിരിച്ചു വന്ന് അവളാവട്ടെ എന്റെ ബാഗ് മാത്രം എടുത്തിട്ട് പൊക്കോളാന്ന് പറഞ്ഞ് അത് എടുത്ത ഉടനെ തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അവളുടെ ഓട്ടം കണ്ടിട്ട് ഹീറോയ്ക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട്. അവൻ ബട്ടൺസ് ഒക്കെ ഇട്ടതിനു ശേഷം ഞാനെന്താ അത്രയ്ക്ക് അട്രാക്റ്റീവ് അല്ലേ എന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നു. അതേ തുടർന്ന് തന്നെ അവിടെ നിന്ന് പോവാനായി ഇറങ്ങുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയ ഹീറോയിനാവട്ടെ എന്തൊരു മാനം കെട്ട പരിപാടിയാ കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓരോന്ന് പിച്ചും പേയും പറയുന്നുണ്ട്. വളരെ ഉച്ചത്തിൽ പറയുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്ത ഫ്ലാറ്റിലേക്ക് പോവുകയായിരുന്ന ഹീറോയും ഈ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു. ഉടനടി തന്നെ അവൻ ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടില് ഒരു പെൺകുട്ടിയുണ്ട്, അവളോട് എനിക്ക് ക്രഷ് ഉണ്ടെന്നാണ് തോന്നുന്നത്, അവളെ ലവ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് അയച്ചതിനു ശേഷം ഹീറോ ഉറങ്ങാനായി പോകുന്നു. പിറ്റേ ദിവസം ആവിട്ട് പോലും കഴിഞ്ഞ ദിവസം നടന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഹീറോയിന്റെ മുഖത്തുണ്ടായിരുന്നു. വല്ലാത്ത നാണക്കേടും ചമ്മലും ഒക്കെ അവൾക്ക് അനുഭവപ്പെട്ടു. ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ എതിർവശത്തോടെ ഹീറോ വരുന്നത് കണ്ടു. ഉടനടി തന്നെ അവൾ അകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നുണ്ട്. അവൻ പോയതിനു ശേഷമാണ് പിന്നീട് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും. അങ്ങനെ ഓഫീസിൽ ചെന്ന് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൽ നിന്ന് ഹീറോയിൻ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നുണ്ട്. അവള് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. എന്നിരുന്നാലും ചിലപ്പോൾ ഫേക്ക് വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞ് ഹീറോയിൻ അത് വിട്ടുകളയുന്നുണ്ട്.
ഉടനടി തന്നെ ഹീറോ അടുത്ത മെസ്സേജ് അയക്കുന്നുണ്ട്, നീ എന്നെ അവോയ്ഡ് ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ മാത്രമാണ് അത് ഹീറോ ആണെന്ന് അവൾക്ക് മനസ്സിലാവുകയും ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം, ഞാൻ എന്തിനാണ് നിന്നെ അവോയ്ഡ് ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം നൈറ്റ് കിടന്ന കാര്യങ്ങളൊക്കെ ആക്സിഡന്റ് ആയി സംഭവിച്ചതാണ്, അതൊക്കെ മറന്നുകളാ. ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അതിന്റെ റെസ്പോൺസിബിലിറ്റി നീ ഏറ്റെടുക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോഴവന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അത് മാറുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ കോഫി ഷോപ്പിൽ ഒരു പെൺകുട്ടി മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. തന്റെ എൻഗേജ്മെന്റ് പാർട്ടിക്ക് ആ മ്യൂസിക് ആണ് ബാക്ക്ഗ്രൗണ്ടായി വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മറ്റേ പെൺകുട്ടി പറയുന്നുണ്ട്, ഈ മ്യൂസിക് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഹീറോയുടെയും ഹീറോയുടെ ഫ്രണ്ടിന്റെയും പേര് ആ പാട്ടിലുണ്ടായിരിക്കുന്നത്. ആ പെൺകുട്ടി ശ്രദ്ധിക്കുന്നത്, ഓ ഇതാ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പേഴ്സന്റെ മ്യൂസിക് അല്ലേ, ഈ പാട്ട് അവൻ പാടുന്ന പാട്ടാണ്, അവൻ മരിച്ചുപോയി, നീ എന്തായാലും എൻഗേജ്മെന്റ് പാർട്ടിയിൽ ഈ പാട്ട് വെക്കരുതെന്ന് തന്നെ ഫ്രണ്ട് അവളോട് പറയുന്നു. ഇത് കേട്ട ഹീറോ അവിടെ വല്ലാത്തൊരവസ്ഥയിലാവുന്നുണ്ട്. വല്ലാതെ വിഷമിച്ച് അവനാവട്ടെ കഫേയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് 3 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ഫ്രണ്ടിനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതോർക്കുമ്പോൾ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു പരിഭ്രാന്തി തോന്നിയിരുന്നു. പിന്നീട് ഒരാഴ്ചക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഹീറോയിന്റെ ഫ്രണ്ട് അവളെ കാണാനായി മടങ്ങിയെത്തിയിരുന്നു. അവൾക്ക് വേണ്ടി ഒരു കുപ്പി ഡ്രിങ്ക്സുമായിട്ടാണ് അവൾ അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവരിരുവരും ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ നടന്ന കാര്യങ്ങളൊക്കെ ഹീറോയിൻ ഫ്രണ്ടിന്റെ കൂടെ തുറന്നു പറയുന്നുണ്ട്. ഒരു പയ്യനെ ആ ഒരു നിലയിൽ അവിടെ ഇട്ടിട്ട് നീ ഓടി വന്നു, അവനെന്താ അത്രയ്ക്കും കൊള്ളില്ലായിരുന്നു, അട്രാക്റ്റീവ് അല്ലേ എന്നൊക്കെ ഫ്രണ്ട് ചോദിക്കുമ്പോൾ അവൻ വളരെ അട്രാക്റ്റീവ് തന്നെയാണ്, 6 പാക്ക് വരെ ഉണ്ടായിരുന്നു എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. പിന്നെന്തിനാ അവന്റെ അടുത്ത് നിന്ന് നീ ഓടി വന്നേ, അവനിവിടെ അടുത്ത് തന്നെയല്ലേ താമസം എന്ന് ചോദിച്ചിട്ട് ആ പെൺകുട്ടി ആവട്ടെ ഇറങ്ങി ഹീറോയുടെ വീടിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. കതവ് തട്ടുന്നതിന് മുമ്പ് തന്നെ ഹീറോയിൻ തടയുന്നുണ്ട്. എന്നാൽ ഇതിനോടകം തന്നെ ഹീറോ വന്ന് വാതിൽ തുറക്കുന്നു. എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ അവളുടെ ഫ്രണ്ടാണ്, നിങ്ങളെ കാണാനായി വന്നിരിക്കുകയാണെന്ന്. അതെയോ, ഞാൻ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എന്നെയല്ല എന്റെ ഫ്രണ്ടിനാണ്, അന്നെന്തോ നടന്നില്ല എന്ന് പറഞ്ഞ് വല്ലാത്ത റിഗ്രറ്റ് തോന്നുന്നുണ്ടെന്ന് പറയുന്നു. ഉടനടി തന്നെ ഹീറോയിൻ മതി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് അവളുടെ വാ പൊത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ ഓഫീസിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഉടനടി തന്നെ അവള് ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നൈറ്റ് നടന്നത് വെറും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്, നീ തെറ്റായെന്ന് മനസ്സിൽ വിചാരിക്കരുതെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോഴോ ഹീറോ ആവട്ടെ ഒരു സംബന്ധവും ഇല്ലാതെ ഈ കേക്ക് ഞാൻ ചെയ്തയാണെന്ന് പറഞ്ഞ് ഒരു കേക്കിന്റെ ഇമേജ് അയക്കുന്നുണ്ട്. ഇവനെന്താ യാതൊരു സംബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതെന്ന് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നീട് ഹീറോയിന് ഒരു ബിഗ് ഷോട്ടിന്റെ കേസ് ലഭിക്കുന്നുണ്ട്. എല്ലാവരും അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ എല്ലാവർക്കുമായി കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കുടിച്ചിട്ടേ പോവാവുന്നു. എന്നാൽ ഇതേ സമയം ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ഹീറോയിനാവട്ടെ എവിടെ പോയാലും ഇവനാണല്ലോ എന്ന മട്ടിൽ തന്നെ അവനെ നോക്കുന്നുണ്ട്. കോഫിയോടൊപ്പം അവനവിടെ കേക്കും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ടേബിളിലേക്ക് വെച്ചതിന് ശേഷം ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഉടനടി തന്നെ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നീ ഗ്ലാസ് വെച്ചപ്പോൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ടെന്ന്. ആ മെസ്സേജ് കാരണം തന്നെ അവളുടെ മുഖമൊക്കെ ചുവന്നു കൊടുക്കുന്നുണ്ട്. ഉടനടി തന്നെ അവളുടെ സബോർഡിനേറ്റ് അവൾക്ക് ചൂടെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് AC ഒക്കെ ഓൺ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് ഗ്രേപ്പ് കേക്ക് തന്നെ ഹീറോയിൻ എടുക്കുന്നുണ്ട്. കാരണം ഹീറോ അവൾക്ക് മെസ്സേജ് അയച്ചിരുന്നു അത് അവൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്. ഒരു ബിഗ് ഷോട്ടിന്റെ കേസ് ഹീറോയിൻ കൈകാര്യം ചെയ്യാൻ പോവുകയാണെന്ന് ഹീറോയിന്റെ എതിരാളി ഇതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ആ കേസിൽ അവൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ തീർച്ചയായും അവൾക്ക് തന്നെ പോകും. അതുകൊണ്ട് അതെന്തായാലും തിരിച്ച് തന്റെ അടുത്തേക്ക് തന്നെ കേസ് എത്തണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ആ ക്ലയന്റിനോട് നേരിട്ട് പോയി സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ ഇതുപോലുള്ള കേസുകളൊന്നും ഹാൻഡിൽ ചെയ്ത് പഴക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അവരവിടെ കേസ് ലിസയ്ക്ക് മാത്രമേ കൊടുക്കൂ, നിന്നെ പോലുള്ള ആമ്പിള്ളാർക്കൊന്നും കൊടുക്കില്ല എന്ന് പറയുന്നു. എതിരാളി അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ച വിവരങ്ങളെല്ലാം ഹീറോയിനെ അവർ അറിയിക്കുന്നുണ്ട്. അതേ തുടർന്ന് തന്നെ എതിരാളിയുടെ ക്ലയൻസിനെയെല്ലാം തന്ത്രപരമായ നീക്കങ്ങളിലൂടെ തട്ടിയെടുക്കുകയും ഹീറോയിൻ മൂലം കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എതിരാളിക്ക് ലഭിക്കാനിരുന്ന പ്രൊമോഷൻ ഹീറോയിന് കിട്ടുന്നു. അവളാണെങ്കിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. സന്തോഷത്തിന് പുറത്ത് തന്നെ ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടി ബാറിൽ പോയി നന്നായി മദ്യപിക്കുന്നുണ്ട്. മദ്യം രണ്ടുപേരുടെയും തലയ്ക്ക് നന്നായി തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേയധികം കാശ് വെച്ച് നീ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ഹീറോന്റെ അടുത്ത് ചോദിക്കുമ്പോൾ, ഞാൻ നിനക്കൊരു നഴ്സിംഗ് ഹോം കെട്ടിത്തരുന്നതായിരിക്കും എന്നൊക്കെ വളരെ ക്യൂട്ടായി അവൾ പറയുന്നുണ്ട്. അയ്യോ നീ എന്തൊരു ക്യൂട്ടാ, ഈ സൈഡ് ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ എന്ന് പറഞ്ഞ് അവൾ ഉടനടി ഹീറോയ്ക്ക് കോൾ ചെയ്യുന്നു. ഹീറോ അവിടേക്ക് വരുമ്പോൾ ഹീറോയിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഓഫീസിൽ ഓവർ ടൈം വർക്കുണ്ട്, അവിടേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്, ഞാൻ പോവുകയാണ്, ഇവളെ ഭദ്രമായി വീട്ടിലേക്ക് കൊണ്ടെത്തിക്കണം, മോശമായൊന്നും അവളടുത്ത് പെരുമാറരുത്. അതൊക്കെ എനിക്കറിയാം, ഞാൻ അഡ്വാൻറ്റേജ് ഒന്നും എടുക്കില്ല, ഭദ്രമായി തന്നെ വീട്ടിലേക്ക് എത്തിക്കാം എന്ന് ഹീറോ പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ എവിടെ പോയാലും നീയാണല്ലോ, നീ തന്നെ ഫോളോ ചെയ്ത് വരികയാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറന്നേക്ക്, എനിക്കിപ്പോഴാണ് പ്രൊമോഷൻ ലഭിച്ചത്, ഞാൻ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് വിവാഹത്തിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, അത് മാത്രമല്ല നിന്നെ പോലെ ചെറിയ പയ്യനിൽ തീർത്തും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് അവൾ പറയുന്നു. അതിന് ഹീറോ ആവട്ടെ, നിങ്ങളെപ്പോലുള്ള മോഡേൺ പെമ്പിള്ളാർക്കൊക്കെ ഞങ്ങളെപ്പോലുള്ള ചെറിയ പയ്യന്മാരെയാണ് ഇഷ്ടം, വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതുവരെയും എന്നെ നേരെ ചൊവ്വേ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന് ഹീറോ പറയുമ്പോൾ ചെറുതായി ഹീറോയിന് ബോധം വരുന്നുണ്ട്.
ഉടനടി തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഞാനിനി നിനക്ക് മറുപടി ഒന്നും തരാൻ പോകുന്നില്ല, എന്നോടൊപ്പം വീട്ടിലേക്ക് വരാൻ നോക്ക് എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ അവൾക്ക് നന്നായി തണുക്കുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഹീറോ അവൾക്ക് അവന്റെ കോട്ട് പുതപ്പിച്ചു കൊടുക്കുന്നു. വീട്ടിനടുത്തെത്തിയപ്പോൾ അവള് കോട്ടൂരി അവന് നൽകുന്നുണ്ട്. ഇതുവരെയും പ്രമോഷൻ കിട്ടിയതിന് വിഷ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ കൺഗ്രാചുലേഷൻ പറയുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അവന്റെ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങിയതാണെങ്കിലും എനിക്ക് ചെറുതായിട്ട് റിഗ്രറ്റ് അടിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്താണ് അവൾ പറയുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലായില്ല. എന്താണെന്ന് ഹീറോ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ല, മറന്നു കളയെന്ന് പറഞ്ഞ് ഹീറോയിൻ അകത്തേക്ക് കയറുന്നു. അന്ന് അവളുടെ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുത്ത ഹീറോ ആവട്ടെ അവൾ വാതിലടയ്ക്കുന്നത് തടയുകയും അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. ഞാനെല്ലാം കേട്ടു എന്ന് പറഞ്ഞ് മുൻകൂട്ടി തന്നെ അവളെ കിസ് ചെയ്യാൻ പോവുകയാണെന്നും അവൾക്ക് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്താൽ മതിയാവുമെന്നും ഹീറോ പറയുന്നു. അങ്ങനെ അവരൊരു നൈറ്റ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം താനത് എന്തൊക്കെയായി ചെയ്തു കൂട്ടിയെന്ന് പരിഭ്രാന്തിയോടെ വിചാരിച്ചുകൊണ്ടാണ് ഹീറോയിൻ എഴുന്നേറ്റത്. അവള് നേരെ റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. നീ ഇത് എന്ത് പണിയെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം എന്ന് ഫ്രണ്ട് മറുപടി പറയുന്നുണ്ട്. ശരി, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ റെസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് കൂടിയെന്ന് തന്നെ ഫ്രണ്ട് മെസ്സേജ് അയക്കുന്നു. അപ്പോഴാണ് ഹീറോ വന്ന് വാതിലിന് തട്ടിയത്. തുറന്നപ്പോഴോ അവൾക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായി വേണ്ടതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോയിൻ തനിക്കൊന്നും വേണ്ട എന്നും ഓഫീസിലേക്ക് പോകണം, അത്യാവശ്യമായ കുറച്ച് വർക്കുകൾ ഉണ്ടെന്നും പറയുന്നു. അവൾക്ക് ടൈം ആവശ്യമാണെന്ന് തോന്നിയ ഹീറോ മറുത്തൊന്നും പറയാതെ അവിടം വിട്ടു പോകുന്നുണ്ട്. ഓഫീസിലേക്ക് പോയ ഹീറോയിൻ ഒരുപാട് കേസുകളിൽപ്പെട്ട് ബിസിയായിരുന്നു. ഹീറോ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അവൾ മനഃപൂർവ്വം അവനെ ഒഴിവാക്കി. എന്താ നീ ഇത്ര ബിസിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫ്രണ്ടും കയറി വരുന്നുണ്ട്. നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലെന്ന് ചോദിക്കുമ്പോൾ താൻ വരാൻ സാധിക്കില്ല എന്ന് തന്നെ ഹീറോയിൻ വ്യക്തമാക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഇരിക്കാതെ നിന്റെ ബോയ് ഫ്രണ്ടിനോടെങ്കിലും ഒന്ന് സംസാരിക്കാന്ന് പറയുമ്പോൾ ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലാന്ന് അവളും പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളോ അങ്ങനെ ചോദിച്ചാൽ എനിക്കും എന്റെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും നീ ഒരു മനസാക്ഷി ഇല്ലാത്തവളാണ്, ആ പയ്യനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയിനെ വഴക്ക് പറഞ്ഞിട്ട് ഫ്രണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ ആവട്ടെ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻ ലിസ്റ്റിലെ സ്ത്രീകൾ വന്നാലും അവരെ ആരെയും പരിഗണിക്കില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. ആണുങ്ങൾക്കാണ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുകയെന്ന് ഹീറോയിൻ പറയുന്നത് കേട്ടപ്പോൾ അത് ശരി തന്നെയാണ്. പെൺകുട്ടികൾ എപ്പോഴും വിവാഹിതരാവുകയും കുഞ്ഞിനെ പ്രസവിക്കുകയും അതിനുശേഷം ലീവ് എടുക്കുകയും ചെയ്യുമെന്നൊക്കെ അവിടെയുള്ള ഒരു മാനേജർ പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്, ഇയാളെ 2 മാസത്തേക്ക് ഫിഷിംഗ് എന്നും പറഞ്ഞ് ലീവ് എടുത്തല്ലോ, അതിനൊന്നും പ്രശ്നമില്ലേ എന്ന്. ബോയ്സും ലീവ് എടുക്കുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തെ പറ്റി അവിടെയുള്ള 2 ലേഡി സ്റ്റാഫുകൾ സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ നമുക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ഒരു പെൺകുട്ടി പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല, അവരുടെ ഇമേജ് ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ സംസാരിച്ചത്, അല്ലാതെ നമുക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നല്ല സ്ത്രീയൊന്നുമല്ല അവരെന്ന് പറയുന്നു. പക്ഷെ ഹീറോയിൻ ഇതെല്ലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ വാക്ക് ഹീറോയിന്റെ മൈൻഡ് വല്ലാതെ അപ്സെറ്റ് ആക്കിയിരുന്നു. നൈറ്റ് ഹീറോയിൻ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹീറോ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. 2 ആഴ്ചയായി നിന്നെ കണ്ടിട്ട്, നീ സുഖമായിരിക്കുന്നു എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവളാവട്ടെ നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് പരുഷമായി അവനോട് ചോദിക്കുകയായിരുന്നു. അന്ന് മുതൽ എനിക്കൊരു മറുപടിയും പറയാതെ നീ എന്നെ അവോയ്ഡ് ചെയ്യുകയായിരുന്നെന്ന് ഹീറോ പറയുമ്പോൾ അന്ന് നടന്നത് ഒരു ആക്സിഡന്റ് ആയി മാത്രം കണ്ട് മറന്നു കളയും. ഈ ഒരു വിഷയത്തിലെ കമ്മിറ്റ്മെന്റ് കാണിച്ച് എങ്ങനെ സെറ്റിൽ ആവണമെന്ന് പോലും എനിക്കറിയില്ല എന്ന് ഹീറോയിൻ പറയുന്നത് കേട്ടിട്ട് ഹീറോ ആവട്ടെ എന്നെ പറ്റി നീ ഒരിക്കലെങ്കിലും ആലോചിച്ചോ, ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ എടുത്തു കളഞ്ഞു. എല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷവും എന്റെ ഫീലിങ്സ് എന്താണെന്ന് പോലും അറിയാതെ നീ തന്നെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്തോ എന്ന് ചോദിച്ച് ഹീറോ ദേഷ്യത്തോടെ അവിടെ വിട്ടു പോകുന്നു. പിറ്റേ ദിവസം ഹീറോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഓഫീസിൽ ഹീറോയിൻ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവൾക്ക് സുഖമില്ലേ എന്ന് സ്റ്റാഫ് ചോദിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ അതൊന്നും കേട്ടതേ ഉണ്ടായിരുന്നില്ല. ഹീറോ ആണെങ്കിൽ ഇതേസമയം ഒരുപാട് മദ്യം കുടിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിന്റെ ഫോട്ടോ വെച്ച് അതേസമയം അവൻ സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ലിസിയെ നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണമെന്ന് കരുതിയിരുന്നതാണ്, പക്ഷെ അവളെന്നെ പറ്റിച്ചല്ലോ എന്നൊക്കെ ഹീറോ മദ്യപിച്ചുകൊണ്ട് ഫോട്ടോ നോക്കി പറയുന്നു. അപ്പോഴാണ് എന്തോ ഇല്ലാന്നോർത്ത് ഹീറോ അത് വാങ്ങാനായി അവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്നാൽ ലിഫ്റ്റിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഹീറോയിൻ എതിർവശത്തൂടെ വരുന്നുണ്ട്. അവൾ വരുന്നത് കണ്ടിട്ടും യാതൊരു മൈൻഡും ഇല്ലാതെ ഹീറോ ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആവട്ടെ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ മദ്യപിച്ചിരിക്കുന്നത് ആദ്യ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലാവുന്നു. അവളും നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെ വേസ്റ്റ് ഒക്കെ താഴേക്ക് എടുത്തോണ്ട് പോകുന്ന സമയത്തായിരുന്നു ഹീറോയുടെ ഫ്ലാറ്റിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് അവൾ കാണുന്നത്. ഹീറോ എന്തോ എടുക്കുകയാണെന്ന് നോക്കാനായി ഹീറോയിൻ അവിടേക്ക് ചെല്ലുമ്പോൾ അവൻ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. നെറ്റിയിൽ തൊട്ട് നോക്കിയപ്പോഴോ അവനെ നന്നായി പനിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോ കണ്ണുകൾ തുറക്കുന്നുണ്ട്. ഇത്രയൊക്കെ എന്നെ വിഷമിപ്പിച്ചിട്ട് മതിയാവാതെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണോ, ഇവിടെ നിന്ന് പോകുന്ന എന്നെ ഹീറോ കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അത് കേട്ടയുടനെ തന്നെ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും ബോധരഹിതനായി ഹീറോ ഇതേസമയം നിലത്തേക്ക് വീഴുന്നു. അവനെ അവിടെ വിട്ടിട്ട് പോകാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവനെ പരിചരിച്ച് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവന്റെ ദേഹമൊക്കെ നനഞ്ഞ തുണി വെച്ച് തുടച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം
ഹീറോ സ്വപ്നം കാണുന്നുണ്ട്, നീ എന്റെ കൂടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഫ്രണ്ടും അതുപോലെ അവന്റെ അച്ഛനമ്മമാർ ഫ്രണ്ടിന്റെ മരണത്തിന് ഉത്തരവാദി ഹീറോ ആണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതും ഒക്കെ അവൻ കാണുന്നുണ്ട്. തുടർന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല, എല്ലാം എന്റെ തെറ്റാണെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട ഹീറോയിനാവട്ടെ അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് ആലോചിക്കുന്നു. പിന്നീട് മെഡിസിന്റെ ബോക്സിൽ എഴുന്നേറ്റ ഉടനെ തന്നെ ഇത് കഴിക്കെന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ട് അവൾ അവിടെ വന്ന് പോകുന്നു. ഹീറോ എഴുന്നേറ്റ ഉടനെ തന്നെ അത് കാണുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ നോക്കുന്നു. പിറ്റേ ദിവസം ഒരു കേസിന്റെ ആവശ്യമായി ഹീറോയിൻ ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. കേസിന്റെ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞതിന് ശേഷം പേഴ്സണൽ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചല്ലോ എന്ന് അവളടുത്ത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നമ്മൾ ഇരുവർക്കും കമ്മിറ്റഡ് ആയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും തനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഹീറോയിൻ വ്യക്തമാക്കുന്നു. അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. ഈ കാഴ്ചയൊക്കെ അവനും കണ്ടു. ശരിക്കും അവന്റെ ഈ ഏജൻസിയുടെ മാനേജർ ഉണ്ടല്ലോ, അയാളെ കാണാനായി അവൻ വന്നിരിക്കുകയാണ്. ഒരു മ്യൂസിക് കമ്പോസർ ആണല്ലോ അവൻ. അയാളാണെങ്കിൽ അവനോട് വളരെ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഇത്രയും നാള് നീ എവിടെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു? ഏജൻസിയിൽ നിന്ന് നിന്റെ ഫ്രണ്ടിന്റെ കുടുംബത്തിന് നൽകുന്ന പണമാണെന്ന് പറഞ്ഞ് നിന്റെ പണമല്ലേ നീ അവർക്ക് വേണ്ടി ചിലവാക്കുന്നത്? അവർക്ക് വേണ്ടി നീ നിന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നീ നിന്റെ ഫ്രണ്ടും കൂടി ചേർന്നെഴുതിയ പാട്ട് പോലും ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഏജൻസിക്ക് വേണ്ടി അതെങ്കിലും ചെയ്യ്. നിന്റെ മനസ്സ് മാറുകയാണെങ്കിൽ എന്നെ വന്ന് കാണുന്നു പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുന്നു. ഹീറോയും എന്തോ പറഞ്ഞുറപ്പിച്ചിട്ട് ഫ്ലാറ്റിലേക്ക് പോവുകയും തന്റെ ലഗേജ് പാക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഈ കാഴ്ച കണ്ട ഹീറോയിനാവട്ടെ ഹീറോയെ തടഞ്ഞിട്ട് ഞാൻ കാരണമാണോ നീ ഇവിടം വിട്ട് പോകുന്നതെന്ന് തിരക്കുന്നു. തീർച്ചയായും അല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ നിന്ന് പോകാൻ തുടങ്ങിയെങ്കിലും അവന്റെ കൈ തടഞ്ഞതിന് ശേഷം നിക്ക്, ആദ്യം ഒന്ന് സംസാരിക്ക്, എവിടേക്കാ പോകുന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ ആദ്യം നീ തന്നെയാണ് നിന്റെ ലൈഫിൽ നിന്ന് റിജക്ട് ചെയ്ത് തന്നെ ഇപ്പോൾ നിന്റെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയി പോകാമെന്ന് വിചാരിച്ചാലും നീ ഇപ്പോഴും എന്നെ തടയുകയാണോ എന്നൊക്കെ വളരെ വിഷമിച്ചുകൊണ്ട് ഹീറോ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിടഞ്ഞ് അവളും കരയാൻ തുടങ്ങുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയില്ല. ഒരുപാട് കേസുകൾ വാദിച്ച് എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാൻ വയ്യാതിരിക്കുകയാണ്. പക്ഷേ നിന്നെ കണ്ടതിന് ശേഷം എന്റെ ലൈഫ് ഒരുപാട് മാറി. മാരേജ് ലൈഫിനെ പറ്റി ഒരിക്കലും ചിന്തിക്കാത്ത ഞാൻ നിന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം എപ്പോഴും നീ ഉണ്ടാവണമെന്നൊക്കെ തോന്നുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ട്. ഹീറോ ഉടനടി തന്നെ കൈവിരലാൽ അത് തുടച്ചു കളഞ്ഞിട്ട് ഹീറോയിനെ കിസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ലിഫ്റ്റിലേക്ക് കയറി നേരെ അവളെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിന്റെ ലഗേജ് ഒന്നും എടുത്തില്ലല്ലോ, അവിടെ വിട്ടിട്ടല്ലേ വന്നേന്ന്? അതൊന്നും പ്രശ്നമില്ല, ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്, അതിലൊന്നും യാതൊന്നും ഇല്ല എന്ന് ഹീറോ വ്യക്തമാക്കുന്നുണ്ട്. ഹീറോയിന്റെ സ്വഭാവം അനുസരിച്ച് സത്യം മനസ്സിലാക്കിയപ്പോൾ അവനോട് ദേഷ്യപ്പെടേണ്ടതാണെങ്കിൽ പോലും ഇതറിഞ്ഞപ്പോൾ അവളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുകയാണ് ചെയ്തത്. പിന്നീട് അവർ ഒരുമിച്ച് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം കണ്ണുകൾ തുറന്ന ഹീറോയിനാവട്ടെ അമ്പരപ്പോടെ മിഴിച്ച ഹീറോയെ നോക്കുന്നുണ്ട്. എന്താ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ ഓർത്തിട്ട് നിനക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇനി റിഗ്രറ്റ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി ചെയ്താൽ മതി എന്ന് ഹീറോ പറയുമ്പോൾ ഇല്ലില്ല, എനിക്ക് റിഗ്രറ്റ് ഒന്നും തോന്നില്ല എന്ന് അവള് ചാടിക്കേറി പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇരുവരും ആരാണെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് ആലോചിക്കുന്നുണ്ട്. ശരി, ഞാൻ നിന്നെ ടീസ് ചെയ്തതല്ല, ഇപ്പോഴും നമുക്ക് കപ്പിൾസ് ആക്ട് ചെയ്താൽ മതി എന്നും അവൻ പറയുന്നുണ്ട്. അതിനും പ്രധാനമായ ഒരു കാര്യം നമുക്ക് ചെയ്തു തീർക്കാനുണ്ടെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. വേറൊന്നും ആയിരുന്നല്ലോ, ഹീറോയെ പറ്റി അവൾക്കൊന്നും അറിയില്ലല്ലോ. ഒരു ഇന്റർവ്യൂ പോലെ തന്നെ അവന്റെ പേരെന്താണ്, എവിടാ പഠിച്ചത്, എത്ര വയസ്സുണ്ടെന്നൊക്കെ അവൾ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ 22 വയസ്സാണെന്നറിഞ്ഞ ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ എന്നെക്കാട്ടിലും 6 വയസ്സിന് ഇളയതല്ലേ നീ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇനി എന്താ വയസ്സിന്റെ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കിയാണോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് തന്നെ ഹീറോയിൻ പറയുന്നു. എന്തുകൊണ്ടാണ് അവൻ മ്യൂസിക് ഉപേക്ഷിച്ചെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. മറുപടി പറയാൻ അവന് താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് പതിയെ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യനായി അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണെന്ന് അവൾ തിരക്കുന്നുണ്ട്. ഫസ്റ്റ് രാവിലെ തന്നെ എനിക്ക് മോർണിംഗ് കിസ് നൽകണം, പിന്നീട് ഓഫീസിൽ എന്ത് നടന്നാലും അതൊക്കെ തന്നോട് ഷെയർ ചെയ്യണം, അടുത്തതായി എന്നെ റീചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്തോന്ന് റീചാർജ് ചെയ്യണമെന്നോ? അതെന്താ നമ്മൾ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ രണ്ടുപേരും എപ്പോഴെങ്കിലും വിഷമത്തിലാവുകയോ അതോ ടയേർഡായിരിക്കുമ്പോഴോ രണ്ടുപേരും ഹഗ് ചെയ്ത് റീചാർജ് ചെയ്യണമെന്ന് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് ഹീറോയിൻ ഓക്കെയും പറയുന്നു. പിറ്റേ ദിവസം വളരെ റിലാക്സ് ആയി തന്നെയാണ് ഹീറോയിൻ ഓഫീസിലേക്ക് വന്നത്. എന്നാൽ അവളുടെ ആ സ്വഭാവത്തിലെ മാറ്റം പെട്ടെന്ന് തന്നെ സ്റ്റാഫുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും മേഡം വഴക്ക് പറയാറുള്ളതാണ്, ഇപ്പോൾ മേഡം വഴക്ക് പറയാറില്ല, ചിലപ്പോൾ അവർ ഏതെങ്കിലും ലവ് അഫെയറിൽ ചെന്ന് പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അവരെല്ലാവരും ഗോസിപ്പ് പറയുന്നുണ്ട്. ഇതേസമയം ഹീറോയുടെ വീടിന്റെ വാതിലാരോ തട്ടുന്ന ശബ്ദം കേട്ട് അവൻ വാതിൽ തുറന്നു നോക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ഹീറോയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവന്റെ സഹോദരിയാണ്. ഇത്രയും നാളെ നീ എവിടെയായിരുന്നു, ഇത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്നെ കണ്ടുപിടിച്ചെന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. എന്തിനാ എവിടേക്ക് വന്നേന്ന് ഹീറോ ചെറു ദേഷ്യത്തോട് എന്നോട് ചോദിക്കുന്നുണ്ട്. നീ എത്ര വലിയ കമ്പോസറാണ്, ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്ന എന്തിനാ, അവൾക്ക് വേണ്ടിയാണോ എന്ന് ആ പെൺകുട്ടി ദേഷ്യത്തോട് അവനോട് ചോദിക്കുന്നുണ്ട്. നീ എന്താ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണോ? എനിക്ക് അവൾക്ക് യാതൊരു ബന്ധവുമില്ല, അവളുടെ അടുത്തേക്ക് നീ പോരെന്ന് ഹീറോ താക്കീത് ചെയ്യുന്നു. പക്ഷെ അവന്റെ കാര്യങ്ങൾ അറിയാനുള്ള അവകാശം അവൾക്കുണ്ടെന്ന് പറയുന്ന കേട്ടപ്പോൾ തന്നെ ദേഷ്യത്തോടെ തന്നെ അവളോട് അവിടം വിട്ട് പൊക്കോളാനും ഇനിയൊരിക്കലും അവിടേക്ക് വരരുതെന്നും ലിസയുടെ മുമ്പിലേക്ക് പോരെന്നും പറയുന്നു. പക്ഷെ ആ പെൺകുട്ടി അവിടെ നേരെ ഹീറോയിനെ കാണാൻ വേണ്ടി തന്നെയാണ് പോയത്.
ഞാൻ കരുതിയ പോലൊന്നും അല്ലല്ലോ, വലിയ പുള്ളി തന്നെയാണല്ലോ നീ എന്ന് ആ പെൺകുട്ടി ഹീറോയിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കൺസൾട്ടേഷൻ ഫീ നൽകിയത് കൊണ്ടാണ് അകത്തേക്ക് വിളിപ്പിച്ചത്. കേസിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ തന്നെ അവൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്റെ പയ്യനെ ഒരു പെൺകുട്ടി തട്ടിയെടുത്തു. അപ്പോൾ നിങ്ങൾ വിവാഹിതരാണോ എന്ന് ഹീറോയിൻ തിരക്കുമ്പോൾ അല്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ സോറി, ഡിവോഴ്സ് കേസുകൾ മാത്രമേ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. ഇത് കേട്ട ഉടനെ തന്നെ അവൾ മനഃപൂർവ്വം നിനക്ക് എറിക്കിനെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാ നീ ഈ പറയുന്നതിന് സംശയത്തോടെ ഹീറോയിൻ ചോദിക്കുമ്പോൾ തന്നെ പണ്ട് ഹീറോയുടെ ഒരു ഇന്റർവ്യൂ എടുത്തത് അവളുടെ ഫോണിൽ നിന്ന് ഹീറോയിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര വലിയൊരു മ്യൂസീഷ്യനെയാ നീ ഈ കൈവെള്ളയിൽ കൊണ്ട് കിടക്കുന്നേ എന്ന്. ഉടനടി തന്നെ ഹീറോയിൻ അന്ന് മ്യൂസിക് എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചതെന്ന് ഹീറോയോട് ചോദിച്ചപ്പോൾ പിന്നെ പറയാന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഓർത്തിട്ട് ഇതിനു മുമ്പ് നീ ലോയറിനെ കണ്ടിട്ടുണ്ടോ എന്ന് ആ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ആദ്യം കാര്യങ്ങൾ വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞ് ഹീറോയെ വിളിച്ചിട്ട് നിനക്ക് വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഇവിടെ വന്നിരിപ്പുണ്ട്, എന്തൊക്കെയോ പറയുകയാണെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറോയിനും ആ പെൺകുട്ടിയും ചേർന്ന് ഹീറോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ നോക്കിയോ, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ തന്നെ തെളിയുമെന്ന് അവൾ വേരോടെ പറയുന്നു. അതേസമയം തന്നെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നീ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസർ ആണോ എന്ന് അവൾ തിരക്കുന്നു. അതേ എന്ന് ഇറക്കി പറയുമ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നാലെ അവൻ പോകാൻ തുടങ്ങിയതാണെങ്കിലും ആ പെൺകുട്ടി അവനെ തടഞ്ഞിട്ട് സോറി, ഞാൻ അവളോട് ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു, പക്ഷേ നീ നിന്റെ ടാലന്റ് എല്ലാം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ നിനക്ക് ചേർന്നൊരു പെണ്ണല്ല. നമ്മൾ 3 പേരും എത്രത്തോളം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നെന്ന് അറിയാമല്ലോ. സന്തോഷകരമായ ദിവസമായിരുന്നു അതൊക്കെ എന്ന് പറയുമ്പോൾ ഹീറോ വളരെ ദേഷ്യത്തോടെ തന്നെ ഇത് നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇതിനപ്പുറം നീ അവളെ പോയി കണ്ടാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ പിന്നാലെ പോയി അവളെ തടഞ്ഞിട്ട് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്, എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറയേണ്ടതായിരുന്നു, ഈ ഒരു പ്രാവശ്യം എന്നോട് ക്ഷമിക്കണമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ആലോചിക്കാനായി കുറച്ചും കൂടി ടൈം ആവശ്യമാണെന്ന് ഹീറോയിൻ വ്യക്തമാക്കുന്നു. ഈ ടൈം എന്നെ വിട്ടിട്ട് പോകാനുള്ളതാണോ എന്ന് അവൻ തിരക്കിയതിനു ശേഷം നീ എന്നെ വഴക്കു പറഞ്ഞു ഉപേക്ഷിച്ചു, പക്ഷേ ഉപേക്ഷിച്ച് മാത്രം പോരെന്ന് പറഞ്ഞ് അവളോട് യാചിക്കുന്നുണ്ട്. ഓഫീസിലെത്തിയ ഹീറോയെ കുറിച്ചുള്ള ആർട്ടിക്കിളൊക്കെ എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. അതിലെ ഓരോ വരികളും ഹീറോയിൻ ശ്രദ്ധയോടെ തന്നെ വായിക്കുന്നുണ്ട്. അവൻ വളരെ വലിയ മ്യൂസിക് കമ്പോസർ ആണെന്നും ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ ആണെന്നും ഇതുവരെയും ആരുടെ മുമ്പിൽ വന്നിട്ടില്ല എന്നും പിന്നീട് അവന്റെ സുഹൃത്ത് ആത്മഹത്യ ചെയ്യുകയും അതുമൂലം ഹീറോ വളരെ വലിയ സൈബർ ബുള്ളിംഗ് അനുഭവിക്കുകയും ചെയ്തു. ഇത്രത്തോളം അവന്റെ ലൈഫിൽ അവൻ അനുഭവിച്ചിട്ടും ഒരിക്കൽ പോലും ആ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ എന്ന് ഹീറോയിൻ വിഷമത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നീട് അവൾ ഒരു കുപ്പി ബീറുമായിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ അവളടുത്ത് പറയുകയും ചെയ്യുന്നു. ഫ്രണ്ടും വളരെ ദേഷ്യത്തോടെ തന്നെ അവൻ നിന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരിരുവരും മദ്യപിക്കുകയും ചെയ്യുന്നു. രാവിലെ മുതലേ ഹീറോയിനെ കോൾ ചെയ്യുകയായിരുന്നു ഹീറോ. ഒരിക്കൽ പോലും അവൾ കോൾ എടുത്തിരുന്നില്ല. എന്നാൽ ഒടുവിൽ അവളുടെ ഫ്രണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിസ എന്റെ കൂടെ എന്റെ വീട്ടിൽ തന്നെയുണ്ട്, നീ അവളോടൊന്നും മറച്ചത് ശരിയായില്ല, നാളെ അവളോട് സംസാരിക്കും. അവൾ ഇതുവരെ ആരെയും സ്നേഹിച്ചിട്ടുമില്ല, ആരോടും മനസ്സ് ഓപ്പൺ ചെയ്ത് സംസാരിച്ചിട്ടുമില്ല, പക്ഷെ നിന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു, പക്ഷെ നീ അവളെ പറ്റിച്ചു എന്ന് സുഹൃത്ത് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഫ്രണ്ടിന്റെ സഹോദരിയോട് ദേഷ്യം തോന്നിയ ഹീറോ ആവട്ടെ ഏജൻസിയെ വിളിച്ചിട്ട് അവളുടെ എക്സ്പെൻസസിന് വേണ്ടി ഏജൻസിയിൽ കൊടുത്തിരുന്ന ബാങ്ക് കാർഡെല്ലാം ഫ്രീസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പിറ്റേ ദിവസം തന്നെ ഹീറോയുടെ വാതിൽ പടിക്കൽ ആ പെൺകുട്ടി എത്തുന്നുണ്ട്. എന്തിനാണ് കാർഡൊക്കെ ഫ്രീസ് ചെയ്തതെന്നും ആ ലിസയ്ക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത്, എന്റെ സഹോദരനോട് നീ എന്നെ നന്നായി നോക്കിക്കൊള്ളാമെന്ന് വാക്ക് നൽകിയെന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ട്. നിന്റെ സഹോദരനെ പറ്റി ഒരു വാക്ക് പോലും നീ ഇനി പറയരുത്, എന്നെ നന്നായി നോക്കിക്കൊള്ളാമെന്ന് നിന്റെ സഹോദരന് ഞാൻ വാക്ക് കൊടുത്തതാണ്, പക്ഷേ ഇതിനർത്ഥം ഞാൻ എന്റെ ജീവിതം നിനക്ക് തീരെഴുതി തന്നേക്കുന്ന പോലെ അല്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ അവൻ വാതിൽ പൊട്ടിയടയ്ക്കുന്നു. പിറ്റേ ദിവസം അവന്റെ കഫേയിലേക്ക് വന്നവരെല്ലാം ഹീറോയെ തന്നെ നോക്കി അടക്കം പറയുകയായിരുന്നു. എല്ലാവരും അവന്റെ മുഖത്തെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവൻ കമ്പോസർ ആയിരുന്നപ്പോൾ പോലും അവന്റെ മുഖം വ്യക്തമായി ആരെയും കാണിച്ചിരുന്നില്ല. ഇപ്പോൾ ആരോ അവന്റെ ഫേസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഉടനെ തന്നെ എല്ലാവരും അവന്റെ ഫോട്ടോസ് എടുക്കുകയും സൈബർ ബുള്ളി ചെയ്യാനും തുടങ്ങുന്നുണ്ട്. അവനാണ് അവന്റെ ഫ്രണ്ടിനെ കൊന്നേന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ആർത്ത് വിളിക്കുന്നുണ്ട്. അവനെ അറ്റാക്ക് ചെയ്യത്തക്ക വിധം തന്നെ ക്രൗഡെല്ലാം ഇരച്ചുകൂടുകയും അവന്റെ ബോസാണ് അവനെ രക്ഷിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തിരുന്നത്. ഈ ന്യൂസ് വേഗത്തിൽ തന്നെ ഇന്റർനെറ്റിൽ ഇടം പിടിക്കുകയും ഹീറോയിന്റെ സ്റ്റാഫുകളൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ആ മിസ്റ്റീരിയസ് മ്യൂസീഷ്യൻ ഇല്ലേ, അയാളെ പറ്റിയാണെന്ന് പറഞ്ഞ് ഹീറോയുടെ വീഡിയോസ് ഒക്കെ അവളെ കാണിക്കുന്നുണ്ട്. ഹീറോയിൻ അത് കണ്ടയുടനെ തന്നെ അവനെ തേടി പോകുന്നുണ്ട്. കഫേയിലേക്ക് ചെന്നപ്പോൾ ബോസ് ഷോപ്പ് ക്ലോസ് ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി എന്നും അവനെ സേഫായി താൻ തന്നെയാണ് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേയെന്നും വളരെ നല്ലൊരു പയ്യനാണ് അവനെന്ന് ഈ ടൈം കൊണ്ട് തന്നെ തനിക്ക് മനസ്സിലായതാണെന്ന് പറയുകയും ചെയ്യുന്നു. ഹീറോയിൻ സന്തോഷത്തോടെ തന്നെ ഹീറോയെ അന്വേഷിച്ച് അവിടം വിട്ട് അവന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ എൻട്രൻസിൽ തന്നെ ഇറക്കി അവിടാണ് താമസമെന്ന് മനസ്സിലാക്കിയ കുറച്ച് ആൾക്കാർ ഫോണും പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്. എൻട്രൻസിലൂടെ കയറാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയവൾ പിൻവശത്തുള്ള ഒരു വഴിയിലൂടെയാണ് അകത്തേക്ക് കിടക്കുന്നത്. എന്നാൽ അവിടെ ചെന്ന് നോക്കിയാൽ അപ്പാർട്ട്മെന്റിൽ അവനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ വളരെ ടെറിബിൾ ആയിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ട് ആണെന്ന് അവൾക്ക് തന്നെ തോന്നുന്നത്. അവനെ കുറിച്ച് അറിയാൻ പോലും ഒരിക്കലും താൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് അവൾ സ്വമേധയാ ഫീൽ ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഹീറോയുടെ കോൾ അവൾക്ക് ലഭിക്കുന്നുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, എനിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ ഇന്ന സ്ഥലത്താണുള്ളത് എന്ന് പറഞ്ഞ് അവിടെ വന്ന് മീറ്റ് ചെയ്യാനായി അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയിൻ ഉടനടി തന്നെ അവിടെ കൂടി പോകുന്നുണ്ട്.
അവൻ വളരെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് റീചാർജ് ചെയ്യണോന്ന് ചോദിച്ചുകൊണ്ട് കൈകൾ നീട്ടുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോ അവളെ ഹഗ് ചെയ്യുന്നു. പിന്നീട് മഞ്ഞുവീഴ്ച ഉള്ളത് കൊണ്ട് തന്നെ തണുപ്പാണെന്ന് പറഞ്ഞ് അവൾക്ക് കോഫിയൊക്കെ എടുത്തുകൊണ്ട് അവൻ കൊടുക്കുന്നുണ്ട്. ശരിക്കും നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ അവൻ തുറന്നു പറയുന്നു. അവനൊരു മ്യൂസിക് ബാൻഡിൽ ജോയിൻ ചെയ്തു. രാവിലെ മുതൽ നൈറ്റ് വരെ ചിലപ്പോൾ അവിടെ ചിലവഴിക്കേണ്ടി വരും. അവന്റെ ഫ്രണ്ടും അവിടെ തന്നെ ലിറിക്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അവര് ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ഞാനൊരു ലിറിക്സ് എഴുതിയിട്ടുണ്ട്, അത് എങ്ങനെയുണ്ടെന്നൊന്ന് കേട്ടു നോക്കാനായി അവനോട് സുഹൃത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അവരിരുവരും ചേർന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യുകയും ഏജൻസി മുഖേന തന്നെ അത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ഫസ്റ്റ് കമ്പോസ് ചെയ്ത മ്യൂസിക് ആവട്ടെ ഹിറ്റ് ആവുന്നു. അങ്ങനെ ഏജൻസി മുഖേന തന്നെ ഒരുപാട് ഹിറ്റായ മ്യൂസിക് അവർ റിലീസ് ചെയ്യുകയും ഹീറോ ആണെങ്കിൽ അവന്റെ ഫേസ് ഒരിക്കൽ പോലും വെളിയിൽ കാണിച്ചതുമില്ല. അങ്ങനെ അവര് രണ്ടുപേരും നല്ല വിധേനെ ബിസിയാവുന്നുണ്ട്. ഏജൻസിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലും സ്പോൺസറിനെ കണ്ടെത്തുന്നതിലും തിരക്കിലായിരുന്നു ഹീറോ. എന്നാൽ ഫ്രണ്ട് ആവട്ടെ ലിറിക്സ് എഴുതുന്നതിൽ ബിസിയായിരുന്നു. പക്ഷെ കുറെ നാളുകൾ കൊണ്ട് അവന് നല്ല രീതിയിൽ ലിറിക്സ് എഴുതാൻ സാധിച്ചിരുന്നില്ല. അതുമൂലം തന്നെ അവൻ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോകുന്നു. ഈ ഡിപ്രഷന്റെ മെയിൻ കാരണം തന്നെ ലിറിക്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോരുത്തരുടെ കമന്റ്സ് തന്നെയാണ്. ഫ്രണ്ട് ആവട്ടെ തന്റെ അവസ്ഥയെപ്പറ്റി ഹീറോയോട് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹീറോ ആവട്ടെ പുതിയൊരു മ്യൂസിക് എഴുതിയതിനെ പറ്റി ലിറിക്സ് നോക്കാനായി അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. നിന്നെ കണ്ടിട്ട് എനിക്ക് അസൂയയാണ് തോന്നുന്നത്, നീ എത്ര ടാലന്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട്, ഒന്ന് പോയേടാ, നീ ലിറിക്സ് എഴുതിയില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ റീച്ച് ആയേനെ എന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്ക് പോവുക, തിരിച്ചു വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അവന്റെ ഫ്രണ്ടും അവനോട് ഗുഡ് ബൈ പറയുന്നുണ്ട്. ഹീറോയും ബൈ പറയുന്നുണ്ട്. പക്ഷേ എന്നേക്കുമായി അവൻ യാത്ര പറഞ്ഞു പോവുകയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായില്ല. അവന്റെ ഈ മാറ്റത്തെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഹീറോയിനാണെങ്കിൽ നീ ഇങ്ങനെ ഫീൽ ചെയ്യരുത്, ഇങ്ങനെ ഫീൽ ചെയ്താൽ നിന്റെ ഫ്രണ്ടിന് കൂടി അത് സഹിക്കാൻ സാധിക്കില്ല. നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ അവനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇനിയെങ്കിലും ഈ കുറ്റബോധത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരണം. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെ ഹീറോയിൻ വ്യക്തമാക്കുന്നു. ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഞാൻ ഇനി ആരുടെ അടുത്തൊന്നും ഒളിച്ചോടാൻ തയ്യാറല്ല. എല്ലാ സത്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയാൻ പോവുകയാണ്. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് തിരക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയത്തില്ലേ, ഞാനൊരു ലോയർ അല്ലേ എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. അടുത്ത ദിവസം തന്നെ പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടുകയും ഹീറോയിനും അതുപോലെ ഏജൻസിയുടെ മാനേജറും അതിൽ പങ്കെടുക്കുന്നു. റിപ്പോർട്ടേഴ്സ് ഒക്കെ തുടരെ ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കാരണമാണോ നിങ്ങളുടെ കൂട്ടുകാരൻ മരണപ്പെട്ടത്? അതിന്റെ കുറ്റബോധം മൂലമാണോ ഇത്രയും നാളും ഒളിച്ച് താമസിച്ചെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അവൻ തന്റെ വിശ്വസ് എല്ലാവരെയും അറിയിച്ചതിനു ശേഷം ഇത്രയും നാളും ഞങ്ങളെ മറക്കാതിരുന്നതിൽ നന്ദിയുണ്ട്. എന്റെ ഫ്രണ്ടിനെ പറ്റിയും നിങ്ങൾ വല്ലാതെ കൺസേൺ ചെയ്യുന്നുണ്ട്, അതിന് നന്ദി എന്ന് പറയുന്നുണ്ട്. ഇത്രയും നാളും നിങ്ങളുടെ മുന്നിൽ വരാതിരുന്നത് കുറ്റബോധം കൊണ്ടല്ല, മറിച്ച് അവൻ മരിച്ചത് ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നു എന്ന് തന്നെ അവൻ വ്യക്തമാക്കുന്നു. അവൻ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ ടോട്ടലായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവൻ ഹീറോയിനെ നോക്കുന്നുണ്ട്. ഹീറോയിൻ എഴുന്നേറ്റിട്ട് ഇതുവരെ എറിക്കിനെ സൈബർ ബുള്ളി ചെയ്തവരുടെയും അല്ലാതെയും അവനെ ബുള്ളി ചെയ്തവരുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ നിയമ നടപടിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്റർനെറ്റിൽ പറയുന്നവർക്കൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയാൽ പോരെ, ലോ മൂലം തന്നെ ഇതിനെ നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവൾ വ്യക്തമാക്കുന്നു. അതിനുശേഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനു ശേഷം പ്രസ് കോൺഫറൻസ് അവസാനിപ്പിക്കുകയായിരുന്നു. ഏജൻസിയുടെ മാനേജർ അവിടെ കുറച്ചു നാളത്തേക്ക് ഓൺലൈൻ മീഡിയാസിന്റെ ഒന്നും കണ്ണിൽപ്പെടാത്തതാണ് നല്ലത്, ഞങ്ങളെ PR-നെ വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇത്രയും നാളും ഹീറോയെ ആരും കണ്ടെത്തിയിരുന്നല്ലോ, ഇപ്പോൾ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കാരണം ആരായിരിക്കുമെന്ന് ഹീറോയിൻ ഹീറോയോട് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ള സത്യം തനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ഹീറോ അവന്റെ ഫ്രണ്ടിന്റെ സഹോദരിയെ വിളിപ്പിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഒടുവിൽ തന്നെ വിളിച്ചല്ലോ എന്ന സന്തോഷത്തിൽ അവന്റെ അടുത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും ഹീറോയിനെ കണ്ടപ്പോൾ ആ സന്തോഷം വാങ്ങുന്നുണ്ട്. ഇവളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ എന്റെ ഗേൾ ഫ്രണ്ടാണ്, അതുമാത്രമല്ല എന്റെ ലോയറും കൂടെയാണ്, ഞാൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ അവളും കാണുമെന്ന് ഹീറോ വ്യക്തമാക്കുന്നു. ഹീറോൻ അവിടെ അവളോട് ഇരിക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. അവളോട് കുറച്ച് സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. ഫ്രണ്ടിന്റെ ഷെയർസ് എല്ലാം സഹോദരിയുടെ പേരിലേക്ക് ഹീറോ മാറ്റിക്കഴിഞ്ഞിരുന്നു. നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ, എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അതെല്ലാം വലിച്ചു കീറിക്കളയുന്നുണ്ട്. നിങ്ങൾ എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. പ്രസിന്റെ മുമ്പിൽ എന്നെ കൊണ്ടുപോയി അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ലേ, എന്നെ വെച്ച് നിന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഉടനടി തന്നെ ഹീറോയിൻ ഒരു എവിഡൻസ് എടുത്ത് കാണിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി നല്ലവണ്ണം അറിയാം, ഈ വിഷയം നീ കാരണമാണ് എല്ലാരും അറിഞ്ഞത് തന്നെ, ഈ ഫോട്ടോ സ്പ്രെഡ് ആയത് മൂലമാണ് ഹീറോയെ ഇപ്പോൾ എല്ലാരും തിരിച്ചറിഞ്ഞിരിക്കുന്നത്, നീയാണ് ഇതൊക്കെ ചെയ്തെന്നുള്ള എവിഡൻസും ഞങ്ങളുടെ കയ്യിലുണ്ട്, നീ അവർക്ക് അയച്ചു കൊടുത്ത പണത്തിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ പെൺകുട്ടി നടിക്കാൻ ആരംഭിക്കുന്നു. ഇവളോടൊപ്പം ചേർന്ന് നീ നിന്റെ ലൈഫ് വേസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതുമാത്രമല്ല ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ നിന്നെ പ്രണയിച്ചു പോയിരുന്നു എന്നും ആ പെൺകുട്ടി പറയുന്നു. അതിന് ഹീറോയിനാവട്ടെ നീ അവനോട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കണ്ടാൽ അവനെ സ്നേഹിക്കുന്ന പോലെയല്ല തോന്നുന്നേ, ഇനി ഒരിക്കലും അവനെ കാണരുതെന്ന് പറഞ്ഞ് ഹീറോയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഹീറോ ആണെങ്കിൽ വളരെ സന്തോഷവാനായിരുന്നു.
അവള് നിന്നെ ബുള്ളി ചെയ്തിട്ടും നീ ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ ഹീറോയിൻ ചോദിക്കുമ്പോൾ അതെ ഹാപ്പിയാണ്, എനിക്കെന്തെങ്കിലും പറ്റിയാൽ നീ ഉണ്ടല്ലോ ചോദിക്കാൻ, അവൾ എന്നെ ബുള്ളി ചെയ്തിട്ടും നിനക്കാണല്ലോ ദേഷ്യം വരുന്നതെന്ന് ഹീറോ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും, കാരണം ഞാൻ നിന്റെ ലോയറാണ്. അവളുടെ മറുപടി കേട്ട് ചിരിച്ച ഹീറോ ആവട്ടെ അവളെയും കൂട്ടി സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ട്. അവനും അവന്റെ ഫ്രണ്ടും ഇവിടെ വെച്ചാണ് പ്രാക്ടീസ് ചെയ്തതെന്നും അവസാനിപ്പിച്ചെടുത്ത് തന്നെ തുടങ്ങാൻ പോവുകയാണെന്നും ഹീറോ വ്യക്തമാക്കുന്നു. എപ്പോഴും അവനോടൊപ്പം തന്നെ കാണുമെന്ന് ഹീറോയിനും പറയുന്നുണ്ട്. പിന്നീട് തന്നെ ഹീറോയിനെ അവന്റെ അടുത്തേക്ക് പിടിച്ചിട്ട് നീ എന്നോടൊപ്പം തന്നെ കാണില്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീ എന്താണ് ഈ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അവള് പറയുമ്പോൾ എന്നെ കൊണ്ട് ഇനി ബോയ് ഫ്രണ്ടായി ആക്ട് ചെയ്യാനൊന്നും സാധിക്കില്ല, നമുക്കിനി ഒഫീഷ്യൽ ആയിക്കോടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അതിന് മറുപടി ഒന്നും പറയുന്നതുമില്ല. ഹീറോ ഉടനടി അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഞാനിതുവരെ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും വീണ്ടും അവളെ കിസ് ചെയ്യുന്നുണ്ട് അവൻ. പിറ്റേ ദിവസം അവൾക്ക് വേണ്ടി അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഹീറോയിൻ എഴുന്നേറ്റ് വന്ന് അവന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എനിക്ക് എത്ര മാർക്ക് തരുമെന്ന് അവൻ ചോദിക്കുമ്പോൾ 5 മാർക്ക് എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ ഇരുവരും ക്രിഞ്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പിന്നീട് തനിക്കിന്നൊരു ഹിയറിംഗ് ഉള്ളതാണ്, പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ റെഡിയായി അവിടെ നിന്ന് പോകുന്നു. ഒരു ബിഗ് ഷോട്ടിന്റെ കേസ് ഉണ്ടായിരുന്നല്ലോ, അത് ഹീറോയിൻ വിജയിക്കുന്നുണ്ട്. വലിയ തോതിൽ തന്നെ പേരും പ്രശസ്തിയും അവൾക്ക് വരുന്നുണ്ട്. അതുമാത്രമല്ല മീഡിയസ് അവളെ വളയുന്നു. ഈ വാർത്തയൊക്കെ ഹീറോയിന്റെ മാനേജറും അറിഞ്ഞിരുന്നു. അയാൾക്കാണെങ്കിൽ ഹീറോയിനോട് വല്ലാത്ത അസൂയയായിരുന്നു. അയാൾ കാരണമാണ് അവളുടെ പ്രൊമോഷൻ പോലും ആദ്യം തടഞ്ഞു വെച്ചിരുന്നത്. ഉടനെ തന്നെ ആ മാനേജർ ആരെയൊക്കെ വിളിച്ച് ഹയർ ഒഫീഷ്യലിനെ വെച്ചൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ഒരു കേസൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് കുറച്ച് ലേറ്റായാണ് അവിടേക്ക് എത്തുന്നത്. ഒരു ചെറിയ കേസിൽ വിജയിച്ചു എന്ന് പറഞ്ഞ് ലേറ്റായി വരാനൊക്കെ തുടങ്ങിയെന്ന് പരിഹാസ രൂപേണ തന്നെ ഒരു ഹയർ ഒഫീഷ്യൽ അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ വിട്, ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്താനുള്ള കാരണം എന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിനും ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ ന്യൂസിൽ കാണിക്കുന്നുണ്ട്. അതാണെങ്കിൽ ആരോ സ്പ്രെഡ് ചെയ്യാണ്. എന്താണ് ഈ കാണുന്നത്? നിങ്ങൾ എന്താ നിങ്ങളുടെ ക്ലയന്റിനെ തന്നെ പ്രണയിക്കുകയാണോ? ഇത് നമ്മുടെ കമ്പനിക്ക് എഗനിസ്റ്റ് ആണെന്ന് അറിഞ്ഞൂടെ? ക്ലയൻസ് എല്ലാം ഇവിടെ വന്ന് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള ക്ലയൻസിനെ മറ്റൊരു ലോയറിനെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. ഹീറോയിൻ അവളുടെ ക്ലയൻസിനെ വിട്ടു നൽകാൻ തയ്യാറാവുകയും മാനേജർ ആവട്ടെ ഉള്ളിലെ വിഷം മറച്ചു വെച്ച് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ചെറിയ കേസുകളൊക്കെ അവൾക്ക് നൽകാമെന്നും ഇപ്പോൾ ഒന്നിലും ഇടപെടേണ്ട എന്നും അയാൾ പറയുന്നു. അങ്ങനെ അയാൾ അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ ഹീറോയിനെ വിളിച്ചിട്ട് തന്റെ സൈഡിൽ നിന്നുള്ള സത്യങ്ങൾ വേണമെങ്കിൽ അവിടെ വന്ന് വെളിപ്പെടുത്താമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനപ്പുറം ഒന്നും ചെയ്യണ്ട, എന്തെങ്കിലും ചെയ്താൽ തന്നെ കാര്യങ്ങൾ വളരെ കുഴപ്പത്തിലേക്ക് പോകുമെന്ന് തന്നെ ഹീറോയിൻ പറയുന്നു. അങ്ങനെ കോള് കിട്ടിയെന്ന് ഹീറോ അവിടെ നേരെ അവളുടെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഹീറോയിൻ ഓക്കെ ആണോ എന്ന് ഒന്നും കൂടി ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നീട് ഏജൻസിയുടെ മാനേജർ വരുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ആരോ ഇൻഫോർമേഷൻസ് ഒക്കെ ലീക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനാൽ PR ടീമിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്ന് വെരിഫൈ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോൾ തന്നെ അത് ആരാണെന്ന് ഹീറോ കണ്ടെത്തുകയും ഹീറോയിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അത്യാവശ്യമായ ഒരു മീറ്റിംഗിലായിരുന്നാൽ ഹീറോയിന് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തിരിയപ്പോൾ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ മാനേജർ അയാളുടെ മകനോട് സംസാരിക്കുന്നത് ഹീറോയിൻ കേൾക്കാനിടയാവുന്നുണ്ട്. അയാൾ അവളോട് പറഞ്ഞിരുന്നത് എന്തെന്ന് വെച്ചാൽ തന്റെ മകൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ചെറിയ ചെറിയ കേസുകൾ അവൾ ഹാൻഡിൽ ചെയ്തിട്ട് തന്റെ മകനെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മതിയെന്നുമാണ് ഇപ്പോൾ അയാളുടെ മകൻ പറയുന്നുണ്ട്. അവളെ എന്തിനാണ് ഇപ്പോഴിവിടെ തുടരാൻ അനുവദിക്കുന്നത്? ജോലിയിൽ നിന്ന് പിരിച്ചുവിട്, അവളുടെ സ്ഥാനത്തേക്ക് തന്നെ നിയമിക്കെന്ന് പറയുന്നുണ്ട്. അതിന് ഇതുവരെയും സമയമായിട്ടില്ല, അവളിൽ നിന്ന് നീ ഒരുപാട് പഠിക്കാനുണ്ട്. അവളെ കേസ് ഹാൻഡിൽ ചെയ്യുന്ന രീതികളൊക്കെ നീ പഠിക്കണമെന്ന് പറയുമ്പോൾ അതിനെ പയ്യനാവട്ടെ അവൾക്ക് വരുന്ന പ്രമോഷനല്ല നിങ്ങളല്ലേ തട്ടിച്ചു കളഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ അവളോട് വലിയ സ്നേഹമുള്ളതുപോലെ പെരുമാറുന്ന എന്തിനാണെന്ന് ചോദിക്കുന്നു. അതൊക്കെ എന്റെ അഭിനയം മാത്രമാണ്, ആദ്യം നീ അവളുടെ കയ്യിൽ നിന്ന് എല്ലാം പഠിച്ച് മനസ്സിലാക്കാൻ നോക്ക്. അവള് മൂലം ഒരുപാട് ബിസിനസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും, അത് കഴിയുമ്പോൾ അവളെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്നും പറയുന്നു. ഇത് കേട്ട് ഹീറോയിന്റെ ഹൃദയം വല്ലാതെ തകർന്നു പോകുന്നുണ്ട്. കാരണം അവൾ അവളുടെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവിടെ തന്നെയാണ്, അവസാനിക്കുന്നതും അവിടെ തന്നെ ആവണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ കമ്പനിയുടെ മെയിൻ പ്രോഫിറ്റ് തന്നെ അവളുടെ അധ്വാനത്തിൽ നിന്നുണ്ടായതാണ്. അവൾ നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ താൻ പറയാതെ തന്നെ അവൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ജസ്റ്റ് റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ അവനെ ഹഗ് ചെയ്യുന്നു. വീട്ടിലേക്ക് വന്നതും അവരിരുവരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്റെ PR ടീം വെച്ചാണ് ഇത് കണ്ടുപിടിച്ചത്, എന്നിരുന്നാലും നിന്റെ മാനേജർ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. താൻ വളരെ ടയേർഡാണ്, ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് വളരെ വിഷമത്തോടെ പോകുന്നുണ്ടെങ്കിലും ഹീറോ അവളെ തടഞ്ഞിട്ട് നിനക്ക് എന്തുകൊണ്ട് നിന്റെ വീൽഡ് റൂൾ ചെയ്തുകൂടാന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് മനസ്സിലാവാതെ അവൾ അവനെ നോക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് നിനക്ക് നിന്റേതായ ഒരു കമ്പനി തുടങ്ങിക്കൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്ക് വല്ലതും സന്തോഷമാവുന്നുണ്ട്. അതിനെപ്പറ്റി ആലോചിക്കാൻ നമ്മൾ സന്തോഷത്തോടെ പറയുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ഉണർന്നപ്പോൾ തന്നെ ഹീറോയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ എന്റെ ഓൺ കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. മറുപടി ഒന്നും പറയാതെ തന്നെ ഹീറോ അകത്തേക്ക് പോകുന്നുണ്ട്. തിരിച്ചവൻ ഒരു ബാങ്ക് കാർഡും എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെന്റെ സമ്പാദ്യമാണ്, നിന്റെ കമ്പനി തുടങ്ങാൻ ഇത് യൂസ്ഫുൾ ആവുമെന്ന് പറയുന്നു. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞവൾ നിരസിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ആ ബാങ്ക് കാർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് അവൾ ഓഫീസിലേക്ക് പോയി മാനേജറെ അടുത്ത് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഞാൻ
ജോലിയിൽ നിന്ന് പോവുകയാണെന്ന് പറയുന്നു. നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്? ഈ ഒരു അവസ്ഥയിൽ നിനക്ക് ആര് ജോലി തരാനാണ്? ഇങ്ങനെ നീ ചെയ്താൽ അതിന്റെ പിന്നിൽ എന്തൊക്കെ കേസുകൾ ഉണ്ടാവുമെന്ന് അറിയാമോ എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. എന്റെ കാര്യത്തിൽ അത്ര കൺസേൺ ഒന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഈ ഓഫീസിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒരുപാട് കേസുകൾ വാദിക്കുകയും അത്രത്തോളം എക്സ്പീരിയൻസ് എനിക്കാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനുമില്ല. ഞാൻ എന്റെ കരിയറിൽ സക്സസ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹീറോയിൻ അവളുടെ തിങ്സ് ഒക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ അവളുടെ അസിസ്റ്റന്റ് പിന്നാലെ അവരുടെ തിങ്സുമായിട്ട് ഇറങ്ങുന്നുണ്ട്. ചെറിയ ശമ്പളം ആയാലും മതി, ഞാൻ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് അവൾ പറയുന്നുണ്ട്. ഹീറോയിനും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇരുവരും സന്തോഷത്തോടെ ഐഡി കാർഡ് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടിട്ട് നടന്നു പോവുകയും ചെയ്യുന്നു. ഹീറോയുടെ ഫ്രണ്ടിന്റെ സഹോദരിയുടെ മേലില് ഹീറോ കേസ് ഫയൽ ചെയ്തിരുന്നല്ലോ, അപ്പോൾ അത് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഹീറോയുടെ ഫ്രണ്ടിന്റെ അമ്മ അവനെ കാണാനായി എത്തിയിട്ടുണ്ട്. ഇനി അവന്റെ ജീവിതത്തിലേക്ക് യാതൊരു പ്രശ്നത്തിനും തന്റെ മകളോ താനോ കടന്നു വരില്ലെന്നും എന്റെ ഫ്രണ്ടിനെ ഓർത്തെങ്കിലും ഈ കേസ് പിൻവലിക്കണമെന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്നും പറഞ്ഞ കേസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജറോട് ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. പോകുന്നതിന് മുമ്പായി ആ സ്ത്രീ ഹീറോ അടുത്ത് പറയുന്നുണ്ട്, തന്റെ മകന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് നീ ഒരിക്കലും കാരണക്കാരനല്ല എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ എന്റെ ഉള്ളിലുള്ള കുറ്റബോധം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കുറ്റവും നിന്റെ മണ്ടയിലേക്ക് ചാർത്തി എന്ന് പറഞ്ഞ് അവനോട് ക്ഷമയും പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുന്നു. ഹീറോയിനാവട്ടെ അവളുടെ ഓഫീസിന് വേണ്ടി കൊമേഴ്ഷ്യൽ പ്ലേസസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോ അവളെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കേസ് ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഫോണൊന്ന് അടുത്തേക്ക് പിടിച്ചെന്ന് പറഞ്ഞ് ഹീറോ അവൾക്കൊരു കിസ് കൊടുത്തതിന് ശേഷം നീ എന്ത് ഡിസിഷൻ എടുത്താലും അതിന് ഞാൻ സപ്പോർട്ടീവായിരിക്കുമെന്ന് പറയുന്നു. പുതിയ ഓഫീസ് തുടങ്ങാനുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെ അസിസ്റ്റന്റും ഫ്രണ്ടും ഞാനും കൂടി ചേർന്ന് ഇന്ന് ഡ്രിങ്ക്സ് കഴിക്കാൻ പോവുകയാണ്. നൈറ്റ് താമസിച്ച് വീട്ടിലേക്ക് വരുമെന്ന് ഹീറോ എടുത്ത് പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ആഘോഷിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഹീറോയെ കുറിച്ച് മാത്രമാണ് ഹീറോയിൻ പറഞ്ഞത്. വളരെ ക്യൂട്ടായി അവള് ബിഹേവ് ചെയ്യുന്നുണ്ട്. മേഡത്തിനെ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന് അസിസ്റ്റന്റ് അവളുടെ ഈ പെരുമാറ്റം കണ്ട് ആശ്ചര്യത്തോടെ പറയുന്നുണ്ട്. നീ ഒന്ന് വെയിറ്റ് ചെയ്ത് അവളുടെ ബോയ് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവള് പെരുമാറുന്നതെന്ന് കാണാമെന്ന് പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിൻ എല്ലാം കഴിഞ്ഞുവെന്നും തന്നെ ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു പറഞ്ഞ് ഹീറോയെ വിളിക്കുന്നുണ്ട്. നല്ല കുട്ടിയായി അവിടെ തന്നെ ഇരിക്കും, ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞ് ഹീറോ കോള് കട്ട് ചെയ്യുന്നുണ്ട്. മാനേജർ ആവട്ടെ അവനെ അവിടെ നിന്ന് ഹീറോയിനെ പിക്ക് ചെയ്യാനായി പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ അവിടേക്ക് ചെല്ലുമ്പോൾ ഹീറോയിൻ ആവട്ടെ ബോയ് ഫ്രണ്ട് നിങ്ങൾ വന്നു എന്ന് ചോദിച്ച് അവനെ ഹഗ് ചെയ്തിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു. ഫ്രണ്ടും അസിസ്റ്റന്റും ഇതൊക്കെ കണ്ട് ചിരിക്കുകയും ഹീറോയിനും പോകുന്നതിന്റെ പിന്നാലെ തന്നെ അവരിരുവരും വരികയും ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഡ്രാമകളിലെ പോലെ തന്നെ ഇല്ലേ അവരിരുവരും പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്ന ഹാപ്പി എൻഡിങ് മാത്രം മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതേസമയം അസിസ്റ്റന്റ് ബോയ് ഫ്രണ്ടും അവിടേക്ക് വരുന്നുണ്ട്. എന്റെ ബോയ് ഫ്രണ്ട് വന്നു എന്ന് പറഞ്ഞ് അവളും അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഈ രണ്ട് മഹാഭാവികളും എന്നെ തനിച്ചാക്കിയിട്ട് പോയല്ലോ എന്ന മട്ടിൽ അവളുടെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പോകുന്ന വഴിയിലേക്ക് അവളാവട്ടെ ഹൈസ്കൂളിലെ കാര്യവും ഹീറോയെ മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹീറോ ഇതൊക്കെ സൈലന്റ് ആയി കേട്ടുകൊണ്ട് വരികയായിരുന്നു. അന്ന് ഇരുവരും ഹീറോയിന്റെ ഫ്ലാറ്റിലാണ് താമസിച്ചതും. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹീറോയിന്റെ അമ്മ ഡോർ ലോക്ക് ഒക്കെ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇതെന്താ ഇത്? അകത്ത് ചെന്ന് നോക്കിയപ്പോഴാവട്ടെ ഹീറോ അവളെ ചേർത്ത് പിടിച്ചുറങ്ങുകയായിരുന്നല്ലോ. എന്താ ഇത്, വീട് മാറിപ്പോയോ എന്ന് വിചാരിച്ചുകൊണ്ട് അവര് പുറത്തേക്ക് പോയി നോക്കുന്നുണ്ട്. തനിക്ക് തെറ്റുപറ്റിയതല്ല, തന്റെ മകളുടെ ഫ്ലാറ്റ് തന്നെയാണ്. ഒടുവിൽ അവൾക്കൊരു ബോയ് ഫ്രണ്ടിനെ ലഭിച്ചല്ലോ എന്ന് സന്തോഷത്തോടെ അവർ അലറി വിളിക്കുന്നുണ്ട്. നീ എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നോ എന്ന് ഹീറോ അവളോട് ചോദിക്കുമ്പോൾ ആ കേട്ടിരുന്നു, എന്റെ അമ്മയുടെ ശബ്ദം പോലെ തോന്നി എന്ന് അവൾ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പരിഭ്രാന്തിയോടെ അവൾ എഴുന്നേൽക്കുന്നു. അയ്യോ അമ്മ വന്നല്ലോ എന്ന് ഹീറോ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അമ്മയെ കാണാനായി ചെന്നിരിക്കുന്നു. അവനെ കണ്ടുടഞ്ഞ് തന്നെ അവർ ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താണ്, വയസ്സ് എത്രയുണ്ട്, എന്ത് ചെയ്യുന്നു, അച്ഛനമ്മമാരൊക്കെ എവിടെയാണെന്നൊക്കെ. ഒടുവിൽ അവന് ചിക്കൻ സൂപ്പ് ഇഷ്ടമാണോ എന്നും ചോദിക്കുന്നുണ്ട്. ഇഷ്ടമാണ് ആന്റി എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കുറച്ചേ എടുത്തോണ്ട് വന്നിട്ടുള്ളൂ, എല്ലാവർക്കും ചേർന്നിരുന്ന് കഴിക്കാം, നാളെ മുതൽ കൂടുതൽ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ അവർ മൂവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഹീറോയിന്റെ ഫാമിലിയും ഹീറോയുടെ ഫാമിലിയും അവർക്ക് അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷകരമായി തന്നെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു. കമ്പനിയുടെ കാര്യങ്ങളും ഇതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് അവളോട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 3 സ്റ്റാഫുകൾ അവിടേക്ക് വന്നിട്ട് കമ്പനി അവരെ നന്നായി ട്രീറ്റ് ചെയ്യുന്നില്ല എന്നും കുറച്ച് ശമ്പളമായാലും കുഴപ്പമില്ല, മേഡത്തിന്റെ കൂടെ വർക്ക് ചെയ്യാണെന്ന് പറയുന്നത്. അങ്ങനെ അവര് തന്നെ അവരുടെ പ്ലേസ് ഒക്കെ ചൂസ് ചെയ്യുകയും ഓഫീസെല്ലാം സെറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഹീറോയിന്റെ ഒരു ക്ലയന്റ് അവൾക്ക് കുറേയധികം ഫ്ലവേഴ്സ് അയച്ചിരുന്നു. ഇത് ഹീറോ കാണുകയും ആ പയ്യൻ നിനക്കെന്തിനാ ഫ്ലവേഴ്സ് ഒക്കെ നൽകിയെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ ചെറിയ ദേഷ്യത്തോടെയും പരിഭവത്തോടെയും അവിടെ നിന്ന് മാറിയിരിക്കുകയും ചെയ്യുന്നു. അതിന് ഹീറോയിനാവട്ടെ ഞാൻ ഇതിനു മുമ്പ് അവനോട് ഒരുപാട് സംസാരിച്ചിട്ട് പോലുമില്ല, എന്തിനാ ഈ ഫ്ലവേഴ്സ് എനിക്ക് അയച്ചെന്ന് പോലും അറിയില്ല, പ്രോമീസ് അവനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. പക്ഷെ ഹീറോ ആവട്ടെ അതൊന്നും കേൾക്കാത്ത മട്ടിൽ പിണങ്ങിയതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഹീറോയുടെ മാനേജർ വന്നിട്ട് നീ ഒരു പെൺകുട്ടിക്ക് വേണ്ടി പാട്ടെഴുതി കൊടുത്തിരുന്നല്ലോ, അവള് നിന്നെ കാണാനായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഹീറോയുടെ അടുത്തേക്ക് നോക്കിയപ്പോഴാണ് ഹീറോയിൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അയ്യോ ഇതിന് എനിക്ക് യാതൊരു സംബന്ധവും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ ഒരു പോയിന്റ് ലഭിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ 2 കൈകൾ കൊണ്ട് ചെവികൾ അടച്ചതിന് ശേഷം ഞാനിന്ന് നൈറ്റ് ഒറ്റയ്ക്കാണ് കിടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമെങ്കിലും തന്നിട്ട് പോ, ഒന്നും മിണ്ടാതെ ഇങ്ങനെ പിണങ്ങി പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ നമ്മുടെ
ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് സഫ, സലീം, ഷഫ, ഷഹാല, ലൈല, അമീന. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരും എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.